സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. താങ്ക് യു സോണി മോനെ, താങ്ക് യു. ശാന്തമായിട്ടിരിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് പുഞ്ചിരിയോടെ സ്തുതി കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ഭാഗം വായിക്കാം, അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. അന്ന് സായാഹ്നമായപ്പോൾ യേശു അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞ് അടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് സായാഹ്നമായപ്പോൾ യേശു അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്ന് സായാഹ്നമായപ്പോൾ നമ്മൾ ബൈബിൾ അല്പം പുറകോട്ട് വായിക്കുകയാണെങ്കിൽ കാണാം, ഗലീലിയ കടപ്പുറത്ത് നിന്ന് അന്ന് പ്രഭാതം മുതൽ യേശു വചന ശുശ്രൂഷ ചെയ്യുകയും രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചു ബാധിതരെ വിടുവിക്കുകയും കണ്ണുനീരോടെ കടന്നു വന്നവരെ ആശ്വസിപ്പിക്കുകയും പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ മിശിഹായുടെ ശുശ്രൂഷ അവിടെ നടന്നു. തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ അവിടെ നിന്ന് പറഞ്ഞത് അവിടെ നിന്ന് ചെയ്യുകയായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, ബന്ധിതരെ മോചിപ്പിക്കുവാൻ, തടവുകാരെ തുറന്നുവിടുവാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. The spirit of the Lord is upon me. He has sent me to set the captives free. അവിടുന്ന് ബന്ധിതരെ തുറന്നു വിടുവാനായി, കെട്ടപ്പെട്ട് കിടക്കുന്നവരെ മോചിപ്പിക്കുവാൻ എൻ്റെ പിതാവിനെ അയച്ചിരിക്കുന്നു. The anointing is upon me. ദൈവത്തിന്റെ അഭിഷേകം എൻ്റെ മേൽ ഉണ്ട്, കർത്താവിന്റെ ശക്തി എൻ്റെ മേൽ ഉണ്ട്. ഏതിനാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെയും തുറന്നു വിടുവാൻ വേണ്ടിയുള്ള അഭിഷേകവുമായി എൻ്റെ സ്വർഗത്തിലെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞവൻ ഇതാ ഗലീലിയ കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നു, കണ്ണുനീര് തുടയ്ക്കുന്നു. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രസംഗിച്ച് ക്ഷീണിച്ച് അവശനായ യേശു വീട്ടിൽ പോകാമെന്ന് പറയുന്നതിന് പകരം ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാർ പറഞ്ഞു കാണും, കർത്താവേ, അങ്ങ് ക്ഷീണിതനാണ്, നമുക്ക് നാളെ പോയാൽ പോരെ. കർത്താവ് പറഞ്ഞു, പോരാ, ഇപ്പോൾ തന്നെ പോകണം. Now let us go to the other side of the sea right now. ഇപ്പോൾ തന്നെ നമുക്ക് പോയേ പറ്റൂ. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ,
നീ സുഖപ്പെടുത്തിയ തളർവാദ രോഗികളുടെ വീൽ ചെയറും സ്ട്രെച്ചസും ഒക്കെ എടുത്തെടുത്ത് ഞങ്ങളും വളരെ ക്ഷീണിതരാണ്. വി ആർ ഓൾസോ വെരി ടയേർഡ്. സോ നമുക്ക് നാളെ പോയാൽ പോരെ കർത്താവേ? കർത്താവ് നിർബന്ധം പിടിക്കുകയാണ്, പോരാ, നമുക്ക് ഇപ്പോൾ തന്നെ അക്കരയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. യോഹന്നാൻ പറഞ്ഞു കാണും, കർത്താവേ വടക്കു നോക്കി യന്ത്രം കമ്പസ് എടുക്കാൻ മറന്നുപോയി, വടക്കു നോക്കി യന്ത്രം എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഡയറക്ഷൻ പിടികിട്ടുകയില്ല കടലിൽ, ഞങ്ങളതെല്ലാം വീട്ടിൽ വെച്ചിട്ടാ വന്നത്, നമുക്ക് അതെടുത്തിട്ട് നാളെ പോയാൽ പോരെ? കർത്താവ് പറഞ്ഞു, ഇല്ല, നമുക്ക് ഇപ്പോൾ തന്നെ പോകണം. അനേക കാരണങ്ങൾ പോകാതിരിക്കാനുണ്ട്. എന്നിട്ടും കർത്താവ് പറയാണ്, നമുക്ക് അക്കരയ്ക്ക് പോയേ പറ്റൂ. പത്രോസ് പറഞ്ഞു കാണും, കർത്താവേ നീ ഒരു ആശാരിയാണ്, ഞങ്ങൾ കടലുമായിട്ട് മല്ലിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഇന്ന് രാത്രിയിൽ ഒരു കൊടുങ്കാറ്റുണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഫിഷർമെൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ കാണുകയാണ്, അപകടമാണ്, അതുകൊണ്ട് നമുക്ക് നാളെ പോയാൽ പോരെ? കർത്താവ് പറഞ്ഞു, നോ, ഇപ്പോൾ തന്നെ നമുക്ക് പോയേ പറ്റൂ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൊന്നുമക്കളെ, എന്തുകൊണ്ടാണ് യേശു നിർബന്ധം പിടിക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കാര്യത്തിനും നിർബന്ധം പിടിക്കാത്ത, സ്നേഹി മാത്രമായ, കരുണ മാത്രമായ, വളരെ ജെന്റിലായിട്ട് മാത്രം സംസാരിക്കുന്ന, അറഗൻസ് ഇല്ലാത്ത, പിടിവാശികളില്ലാത്ത ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ പറയുകയാണ്, നമുക്കിപ്പോൾ തന്നെ അക്കരയ്ക്ക് പോകണം, പോയേ പറ്റൂ. അതിന്റെ ഉത്തരം ഞാൻ ഈ വചന ശുശ്രൂഷയുടെ അവസാനം പറയുന്നതായിരിക്കും. എന്തുകൊണ്ട് യേശു നിർബന്ധം പിടിച്ചു? ഒരു സസ്പെൻസ് അവിടെ നിർത്തിയിട്ട് നമുക്ക് വചനത്തിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഞാൻ എങ്ങാനും മറന്നുപോയാൽ നിങ്ങൾ കൈപൊക്കി പിടിച്ച് എന്നെ ഓർമ്മിപ്പിക്കണം, ബ്രദർ അത് മറന്നുപോയി എന്ന്. മറക്കാല്ല, അത് പറഞ്ഞേ പോകത്തുള്ളൂ. ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരെ, നിങ്ങൾ ഓരോ മാസവും ഇവിടെ വരുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയാം. കാരണം ഇതൊരു കടമുള്ള ദിവസമല്ല. There is no obligation to come here. It's not a Sunday. But why are you here? എന്തുകൊണ്ടാണ് നിങ്ങൾ വരുന്നത്? അവന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അവനിൽ നിന്ന് പുറപ്പെടുന്ന അനോയിന്റിങ് ഏറ്റുവാങ്ങാൻ, അവന്റെ ശക്തി അനുഭവിക്കാൻ. To experience the power of his mighty presence and anointing. അവന്റെ അഭിഷേകത്തിന്റെ ശക്തി അനുഭവിക്കാൻ, അവന്റെ ആണിപ്പാടുള്ള കരത്തിന്റെ ഒരു തൊടൽ ഏറ്റുവാങ്ങാൻ നിങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ പൊന്നുമക്കളാണ്, സാധാരണക്കാരല്ല. ശ്രദ്ധിക്കണം, യു ആർ എ ചോസൻ പീപ്പിൾ, എ ഹോളി നേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഗോഡ്സ് ഓൺ പീപ്പിൾ. നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം. നിങ്ങളെ നോക്കി ദൈവം വചനത്തിൽ പറയുകയാണ്, യു ആർ മൈൻ, ഐ ഹാവ് കോൾഡ് യു ബൈ നെയിം. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ, രണ്ടാമത്തെ ഭാഗത്ത് കർത്താവ് പറയാണ്, അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറായി. നമ്മൾ അടുത്ത വചനം ഇങ്ങനെയാണ് കാണുന്നത്, അവൻ ജനക്കൂട്ടത്തെ വിട്ട് ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോയി. ശ്രദ്ധിക്കണം, കർത്താവ് തൻ്റെ അടുക്കൽ വരുന്ന മനുഷ്യരെ രണ്ട് ഗ്രൂപ്പായി തിരിക്കുന്നു. ഒന്ന് ക്രൗഡ്, രണ്ട് ഡിസൈപ്പിൾസ്. ഒന്ന് ജനക്കൂട്ടം, രണ്ട് ശിഷ്യന്മാർ. ആരാണ് ജനക്കൂട്ടം? പനി മാറാൻ വേണ്ടി മാത്രം ദൈവത്തിന്റെ പക്കൽ വരുന്നവർ, ജോലി കിട്ടാൻ വേണ്ടി മാത്രം ദൈവത്തിന്റെ പക്കൽ വരുന്നവർ, പ്രശ്നം മാറാൻ വേണ്ടി മാത്രം ദൈവത്തിന്റെ പക്കൽ വരുന്നവർ, പ്രശ്നം മാറിക്കഴിയുമ്പോൾ ദൈവത്തെ തിരിഞ്ഞു നോക്കാത്തവർ, പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോലും പോകാതെ കിടന്നുറങ്ങുന്നവർ. ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ജനക്കൂട്ടം. എന്നാൽ ആരാണ് ശിഷ്യന്മാർ? അവരും വേദന മാറാൻ യേശുവിൻ്റെ പക്കൽ വരുന്നുണ്ട്, അവരും കണ്ണുനീര് തുടയ്ക്കപ്പെടാൻ യേശുവിൻ്റെ പക്കൽ വരുന്നുണ്ട്, അവരും ജോലി കിട്ടാൻ യേശുവിൻ്റെ പക്കൽ വരുന്നുണ്ട്, അവരും മക്കളുടെ കാര്യം പറയാൻ യേശുവിൻ്റെ പക്കൽ വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഉത്തരം കിട്ടിക്കഴിഞ്ഞാലും വിടുതൽ കിട്ടിക്കഴിഞ്ഞാലും അവർ ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്, ദൈവത്തിന് സമയം കൊടുക്കുന്നവരാണ്. എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേറ്റ് ഓടുന്നവരാണ്. എത്ര വീണാലും അവിടെ കിടക്കാതെ യേശുവിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ശിഷ്യന്മാർ എന്ന് ബൈബിൾ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ശിഷ്യന്മാർ എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണർ എന്നല്ല.
നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പെർഫെക്റ്റ് പീപ്പിൾ. നോ, ദൈവം അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. പെർഫെക്ഷൻ ഒരു യാത്രയാണ്. പെർഫെക്ഷൻ ഒരു ജേണിയാണ്. അതൊരു യാത്രയാണ്. മുൻപോട്ട് പോയി 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 വർഷങ്ങളെടുത്ത് നമ്മിലുള്ള ഇരുട്ടിനെ മാറ്റി മാറ്റി നമ്മെ ക്രൈസ്റ്റ് ലൈക്ക്നെസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യും. സോ നമ്മുടെ വീഴ്ചകളെ ഓർത്ത് ഭാരപ്പെടരുത്. ഹല്ലേലൂയ. വീഴുക എന്ന് പറയുന്നത് മാനുഷികമാണ്. അവിടെ തന്നെ കിടക്കുക എന്നത് പൈശാചികമാണ്. വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുക എന്നത് ദൈവികമാണ്. ഐ റിപ്പീറ്റ്, വീഴുക എന്നത് മാനുഷികമാണ്. ഇറ്റ്സ് ഹ്യൂമൻ. അവിടെ തന്നെ കിടക്കുന്നത് പൈശാചികമാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും യാത്രയാകുന്നത് ദൈവികമാണ്. അപ്പോൾ ആരാണ് ശിഷ്യൻ? എത്ര തവണ വീണാലും എൻ്റെ നീതിമാൻ 7 തവണ വീണാലും എഴുന്നേൽക്കും. എൻ്റെ പാപി 7 തവണ വീണാലും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എൻ്റെ നീതിമാൻ, മൈ റൈച്ചിയസ് മാൻ, എൻ്റെ നീതിമാൻ, അവൻ വീഴുന്നവനാണെന്നാണ് ദൈവം പറയുന്നത്. അവൻ വീഴാത്തവനല്ല, അവൻ വീഴുന്നവനാണ്, അവൻ പരാജയപ്പെടുന്നവനാണ്. പക്ഷെ അവനൊരു പ്രത്യേകതയുണ്ട്, അവൻ എഴുന്നേൽക്കുന്നവനാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ജനക്കൂട്ടമാണോ, ക്രൗഡാണോ, ഡിസൈപ്പിളാണോ? പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് ശിഷ്യന്മാരെ വീണ്ടും കർത്താവ് തിരിക്കുക. ഞാൻ ഒരുപാട് സമയമെടുക്കാതെ പോകുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഡിസൈപ്പിൾസിനെ വീണ്ടും നമ്മൾ കാണുന്നു. കർത്താവ് തിരിക്കുന്നു. 120, 72, 12, 3, 1. ബൈബിൾ വായിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ലെയറുകൾ ഡിഫറൻ്റ് ആണ്. കർത്താവ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അവസാനത്തെ ആ 3 പേരിലേക്ക് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലൊന്ന് പോകാം. പ്രൈസ് ദി ലോർഡ്. 3 പേരിൽ കൊണ്ടുവന്ന് കർത്താവ് നിർത്തുകയാണത്. പത്രോസ്, പീറ്റർ, ജോൺ ആൻഡ് ജെയിംസ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവർ 3 പേരും നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ, മാസങ്ങളും വർഷങ്ങളായിട്ട് ഇവിടെ വചനം കേൾക്കുന്നവരാണ് അല്ലേ, എല്ലാ സെക്കൻഡ് സാറ്റർഡേയും. സോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. പീറ്റർ, ജോൺ ആൻഡ് ജെയിംസ് നമ്മിൽ, എന്നിലും നിങ്ങളിലും ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മിലൊരു പീറ്റർ വേണം, നമ്മിലൊരു ജോൺ വേണം, നമ്മിലൊരു ജെയിംസും വേണം, യാക്കോബും വേണം. ഞാൻ ആദ്യം യാക്കോബിനെ പറ്റി പറയാം. ആരാണ് യാക്കോബ്? ജെയിംസ്. അവന്റെ ആദ്യ സഭയിൽ അവന് വിളിച്ചിരുന്ന പേരാണ് ക്യാമൽ നീ, അഥവാ ഒട്ടകത്തിന്റെ മുട്ടോട് കൂടിയവൻ. അദ്ദേഹത്തിന്റെ ഇരട്ടപ്പേരായിരുന്നു, അദ്ദേഹത്തിന് ഒരു ഇരട്ട പേരുണ്ടായിരുന്നു, മിസ് ബ്രദർ ക്യാമൽ നീ, ഒട്ടകത്തിന്റെ മുട്ടോട് കൂടിയവൻ. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം? പ്രാർത്ഥിച്ച് 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 തൻ്റെ മുട്ടുകളിൽ തഴമ്പായി പോയ ഒരു മനുഷ്യൻ. അവൻ ആദ്യത്തെ സഭ ഒരു ഇരട്ടപ്പേരിട്ടു, ബ്രദർ ക്യാമൽ നീ, ഒട്ടകത്തിന്റെ മുട്ടോട് കൂടിയവൻ. അതാണ് യാക്കോബ്. ആരാണ് പ്രിയപ്പെട്ടവരെ ഒട്ടകത്തിന്റെ മുട്ടോട് കൂടിയവൻ? പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനെയും സ്വർഗം വിളിക്കുന്ന പേരാണ് ബ്രദർ ക്യാമൽ നീ, സിസ്റ്റർ ക്യാമൽ നീ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അത് നിന്നായാലും കിടന്നായാലും ഇരുന്നായാലും നടന്നായാലും ട്രാവലിംഗ് സമയത്തായാലും കിച്ചണിൽ നിൽക്കുമ്പോഴായാലും ജോലി ചെയ്യുമ്പോഴായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ നോക്കി പറയാണ്, എൻ്റെ യാക്കോബാണ് അവൾ, എൻ്റെ യാക്കോബാണ് അവൻ, എൻ്റെ യാക്കോബാണ്, ഈ തലമുറയിലെ എൻ്റെ യാക്കോബാണ് അവൻ. ദൈവത്തിന്റെ ടെലിഫോൺ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജെറമിയ 33:3, ജെറമിയ 33:3. ഗോഡ്സ് ടെലിഫോൺ നമ്പർ. കോൾ അൺടു മീ, ഐ വിൽ ആൻസർ thee. നീ എന്നെ വിളിക്കുക, വിളിക്കേണ്ടതുപോലെ വിളിക്കുക, വിളിക്കേണ്ടതുപോലെ വിളിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിളിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീ എന്നെ വിളിച്ചാൽ, കോൾ അൺടു മീ, ഐ വിൽ ഡെഫിനറ്റ്ലി ആൻസർ thee. ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യം ഞാൻ ചെയ്യും. സഭയിലെ വിശുദ്ധ സിപ്രിയാൻ പറയുകയാണ്, പാപമില്ലാത്തവൻ പ്രാർത്ഥിച്ചു,
പാപമില്ലാത്തവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു എങ്കിൽ പാപമുള്ള നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ സിപ്രിയാന്റെ വാക്കുകളാണ്, പാപമില്ലാത്തവൻ പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ പാപമുള്ള നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം. സെയിന്റ് പോൾ ഓഫ് ദ ക്രോസ്, കുരിശിന്റെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവൻ ഉറച്ച പാറ പോലെയാണ്. ദൈവം തന്റെ സ്നേഹം കൊണ്ട് അവനെ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടെന്നതുപോലെ വലയം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവൻ ഒരു ഉറച്ച പാറ പോലെയാണ്. ദൈവം അവനെ തന്റെ സ്നേഹം കൊണ്ട് വലയം ചെയ്യുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുകയാണ്, പ്രാർത്ഥിക്കുന്നത് ബ്രീത്തിങ് പോലെയാണ്, ശ്വസിക്കുന്നത് പോലെയാണ്. We inhale God, we exhale sin. നമ്മൾ ദൈവത്തെ അകത്തേക്ക് വലിച്ചെടുക്കുന്നു. നമ്മുടെ പാപ സ്വഭാവത്തെ പ്രാർത്ഥിക്കുമ്പോൾ പുറത്തേക്ക് തള്ളിവിടുന്നു. We inhale God and we exhale our sinful nature. പ്രാർത്ഥന ഒരു ശ്വസനം പോലെയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം ഓർക്കാൻ എളുപ്പമാണ്. മാത്യു 7:7 രണ്ടും 7 ആണ്. 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മുട്ടുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നോക്കിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഈ ദൂരെ നിന്നുകൊണ്ട് ഒരു ഡോറിനെ നോക്ക് ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ഡോർ ഈസ് ദെയർ, ഐ ആം ഹിയർ. അപ്പൊ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ആ ഡോറിനെ നോക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ ഡോറിന്റെ അടുത്ത് ചെന്നാൽ മാത്രമേ എനിക്ക് നോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ നോക്കിംഗ് എന്ന് പറയുന്നത് 3rd സ്റ്റേജാണ്. ദൈവം പറയാണ്, എൻ്റെ അടുത്ത് വരിക, എൻ്റെ അടുത്ത് വരിക. ദൂരെ നിന്നുള്ള പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് കം ടു മീ, കം ടു മൈ ഹാർട്ട്. എൻ്റെ അടുത്തൊരു ഇൻറ്റിമസിയിലേക്ക് വരിക, ഒരു സ്നേഹബന്ധത്തിലേക്ക് വരിക. എൻ്റെ ഹൃദയത്തിൽ നിനക്ക് നോക്കിയാൻ പറ്റുന്ന വണ്ണം അത്ര അടുത്ത് വന്നുകൊണ്ട് നീ എൻ്റെ ഹൃദയ കവാടത്തിങ്കൽ മുട്ടുക. നിനക്ക് വേണ്ടി ഞാൻ വാതിലുകളെ തുറക്കും. ഇംപോസിബിൾ സിറ്റുവേഷനുകളെ ഞാൻ നിനക്ക് വേണ്ടി പോസിബിൾ ആക്കി മാറ്റിത്തരും. നീ എൻ്റെ ഹൃദയത്തിന്റെ അടുത്തേക്ക് വരിക. നീ ഞാനുമായിട്ടൊരു മണവാളൻ ബന്ധത്തിലേക്ക് കടന്നു വരിക. എൻ്റെ അടുത്ത് വരിക, ഞാനുമായിട്ടൊരു അടുപ്പം സൂക്ഷിക്കുക. എന്നിട്ട് എൻ്റെ അടുത്തോട്ട് വന്ന് മുട്ടുക. ഞാൻ നിനക്ക് വേണ്ടി ഉത്തരം തരും. കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം തിരുവചനം, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. 1 Thessalonians 5:17 ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. പ്രേ ഓൾവേസ്, പ്രേ കണ്ടിന്യൂവലി, പ്രേ ഓൾവേസ് എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം 22:30 22:30. ഇവിടെ യങ് പീപ്പിൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഇംഗ്ലീഷൊക്കെ ഇച്ചിരി ഒന്ന് മലയാളം വാക്കുകളുടെ ഇടയ്ക്ക് അല്പം ഇംഗ്ലീഷും കൂടെ പറയുന്നത്. മുഴുവൻ പറയാൻ പറ്റുകയില്ല, മലയാളം നടക്കത്തില്ല, രണ്ടും കൂടെ പറ്റത്തില്ല, സമയവും ഇല്ല. ഐ തിങ്ക് യങ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് മൈ മലയാളം ആൻഡ് മൈ പ്രീച്ചിങ്. ഹല്ലേലൂയ. More than understanding, I would like you all should receive the power and anointing and the supernatural touch of the Holy Spirit. Hallelujah. It is really the touch of the Holy Spirit really matters. More than the knowledge, we need the touch from heaven. സ്വർഗത്തിന്റെ ടച്ച് ഒരു യങ് ബോയ്ക്ക്, ഒരു യങ് ഗേളിന് കിട്ടിക്കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ടച്ച്, അനോയിന്റിങ്ങിന്റെ ടച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവൻ കർത്താവിൽ നിന്ന് വീണു പോയാലും അവൻ എന്തെങ്കിലും കറങ്ങി തിരിച്ചു വരും. ഹല്ലേലൂയ. എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം ബുക്ക് ഓഫ് എസെക്കിയേൽ 22:30 കോട്ട പണിയുവാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരേ ഒരുവനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, എന്നാൽ ഞാൻ ആരെയും കണ്ടില്ല. പ്ലീസ് ലുക്ക് അറ്റ് മീ. നമ്മൾ വിചാരിക്കും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ഒരു 10 പേര് വേണമെന്ന്. കാരണം 10 പേരുണ്ടെങ്കിൽ ഈ ദേശം നശിപ്പിക്കുമോ എന്നാണ് അബ്രഹാം ചോദിക്കുന്നത്. പക്ഷേ അബ്രഹാം ഒരു ചെറിയ മണ്ടത്തരം കാണിച്ചു എന്ന് എനിക്കറിയില്ല, അത് പറയാൻ ഞാൻ ആളല്ല. അബ്രഹാം ഒന്നുകൂടെ ചോദിക്കണമായിരുന്നു, ദൈവമേ ഒരാളുണ്ടെങ്കിൽ നീ അത് നശിപ്പിക്കുമോ എന്ന് ചോദിക്കണമായിരുന്നു. അദ്ദേഹം ഭയന്നുപോയി. 10-ലെത്തിയപ്പോൾ തന്നെ അദ്ദേഹം വിറച്ചോണ്ടാ ചോദിക്കുന്നത്, ദൈവമേ ഞാൻ പൊടിയാണേ, അതുകൊണ്ടൊന്നും തോന്നല്ലേ, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് പേടിച്ചാ ചോദിക്കുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം
പ്രോഫറ്റ് എസെക്കിയേലിലൂടെ ദൈവം പറയാണ് ഒരാൾ മതി. അബ്രഹാം അന്ന് ചോദിച്ചില്ല, ദാറ്റ് ഈസ് ഹിസ് പ്രോബ്ലം. പക്ഷെ എന്റെ കാഴ്ചപ്പാട് എനിക്ക് 10 പേര് വേണ്ട, 5 പേര് വേണ്ട, ഒരാൾ മതി. കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരാളെ ഞാൻ അന്വേഷിച്ചു. ഒരാളെ. നിങ്ങളുടെ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കിടന്ന് അടിവെക്കരുത്. എടി നീയും കൂടെ എൻ്റെ കൂടെ ഒന്ന് ചേർന്നിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം അത്ഭുതം നടന്നേൻ. ഭാര്യ പറയരുത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചേർന്നിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം ആരാണ് പറയുന്നത്? ദൈവം പറയുന്നു ഒരാൾ മതി, ഒരാൾ മതി. നിങ്ങളുടെ കുടുംബത്തിലെ കോട്ട തകരുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ, ആ വിള്ളലിന്റെ ഇടയിൽ കയറി നിന്ന് ദൈവത്തെ കൊണ്ടുവരാൻ ദൈവം ഒറ്റയാളെ ചോദിക്കുന്നു. ആർ യു റെഡി ടു പേ ദ പ്രൈസ്? ദൈവം ചോദിക്കുകയാണ്, ആ വിള്ളലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരും. ഉച്ചത്തി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1912 ഏപ്രിൽ 15 അത് കടലിൽ മുങ്ങുന്നത്. ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നിങ്ങൾക്കറിയാം. ഇവിടുത്തെ സൗത്താംപ്ടൺ എന്ന് പറയുന്ന തീരത്ത് നിന്നും US പോയ കപ്പൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വെച്ച് മുങ്ങുകയാണ്. ആർക്കും മുക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങുകയാണ്. ആയിരക്കണക്കിന് മക്കളാണ് കടലിൽ വീണ് മരിച്ചു പോയത്. ഞാൻ പറയാൻ വരുന്ന ഒരു സംഭവം, ആ കപ്പലിന്റെ അകത്തെ യാത്രക്കാരിൽ ഒരാൾ US സിറ്റിസൺഷിപ്പുള്ള ആർച്ചിബാൾഡി ഗ്രേഷി എന്ന് പറയുന്ന ഒരു മനുഷ്യനും ആ മുങ്ങുന്ന കപ്പലിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാർ ശ്രദ്ധിക്കണം. ഭർത്താവ് കപ്പലിലിരിക്കുമ്പോൾ ഭാര്യ US ഭാര്യ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള ഒരു ഭാര്യയാണ്. പാത്രം കഴുകുമ്പോഴും പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കുന്ന ഭാര്യ. അടുക്കളയിൽ ആഹാരം വയ്ക്കുമ്പോഴും മൈ പ്രഷ്യസ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കറി കറിക്കരിയുന്ന ഭാര്യ. കുളിക്കാൻ പോകുമ്പോഴും മൈ ഹോളി സ്പിരിറ്റ് എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഭാര്യ. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള ആർച്ചിബാൾഡി ഗ്രേഷിയുടെ വൈഫ് അമേരിക്കയിൽ. അവരുടെ ഉള്ളിൽ ഒരു ഭാരം വരികയാണ്. എൻ്റെ ഭർത്താവിന് എന്തോ അപകടം. അന്ന് മൊബൈൽ ഫോൺ ഇല്ല, ടെലിവിഷൻ ഇല്ല, ഇതുപോലെ വാർത്തകൾ കാണാൻ ഒരു സൗകര്യവുമില്ല. പിറ്റേന്ന് ന്യൂസ് പേപ്പർ വരുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. ഒരു വിവരവുമില്ല. അനേക വർഷങ്ങൾക്ക് മുൻപാണ്. അവരുടെ ഉള്ളിൽ ഒരു ഭാരം വരികയാണ്. പ്രേ പ്രേ, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവിന് എന്തോ ഒരു കുഴപ്പം, അറിയത്തില്ല. അവർ പെട്ടെന്ന് ജോലിയെല്ലാം മാറ്റിവെച്ച് അവരുടെ ബെഡ്റൂമിൽ കയറി അവരുടെ കാർപ്പറ്റിൽ അവർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരിന്റെ പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. ആദ്യം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു വിളിക്കും, പിന്നെ ഇത് കണ്ണുനീരാണ്. ടിയേഴ്സിന്റെ പ്രാർത്ഥന. കണ്ണുനീരൊഴുകുകയാണ്, ദുഃഖമെല്ലാം ഒഴുകുകയാണ്, ഭാരം കൂടുന്നു, കണ്ണുനീരൊഴുകുന്നു. ഒടുവിൽ നെഞ്ചത്തടിയായി പ്രാർത്ഥനയുടെ ഡെപ്തിലേക്ക് കയറുകയാണ്. യേശുവിനെ പറ്റി പറയുന്നു, അവൻ ഗത്സമേൻ തോട്ടത്തിൽ രക്തം വിയർത്തു. അതുപോലത്തെ തീഷ്ണതയിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും കൃപ തരട്ടെ. വലിയ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ രക്തം വിയർത്ത് പോലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. 3.5 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, നോക്കണം, 3.5 hours, 3.5 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലൊരു സമാധാനമുണ്ടായി. അവർ പ്രാർത്ഥന നിർത്തി, അവരവരുടെ ജോലികളിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ അവരൊരു വാർത്ത കേൾക്കുകയാണ്. അവരുടെ ഭർത്താവ് സഞ്ചരിച്ചിരുന്ന ടൈറ്റാനിക് എന്ന കപ്പൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങി. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഭർത്താവിനെ പറ്റി ഒരു വിവരവുമില്ല. പക്ഷെ അവരുടെ ഉള്ളിലൊരു സമാധാനം നിറഞ്ഞു. ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഒരു ടെലഗ്രാം വന്നു. അന്ന് ടെലഗ്രാം ഉണ്ട്. അതാണ് അന്നത്തെ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു ടെലഗ്രാം വന്നു. ഭാര്യയ്ക്ക് ഭർത്താവ് എഴുതിയിരിക്കുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ വാക്കാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഭാര്യയ്ക്ക് അത്ഭുതമായി, എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഭർത്താവ് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചു വന്നു. ഭാര്യയെ കണ്ടപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് ഇതാണ്, നീ എന്നോട് ക്ഷമിക്കണം.
നീ പണ്ട് പരിശുദ്ധാത്മാവേ 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 എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കറങ്ങി നടക്കുമ്പോൾ നിന്നെ ഞാൻ പരിഹസിച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ യേശുവേ എന്നും പറഞ്ഞ് നടക്കുന്നത്? എന്തിനാണ് ഇത്രയും പ്രാർത്ഥിക്കുന്നത്? ഞായറാഴ്ച മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ പ്രാർത്ഥനയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഇക്കണോമിക് ക്ലാസ്സിൽ ട്രാവൽ ചെയ്തിരുന്ന ഞാൻ കപ്പൽ തകർന്നപ്പോൾ മരിക്കാനായി തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലായി. കടലിൽ വീണു. ഐസ് പോലെ തണുത്ത അറ്റ്ലാന്റിക് മഹാസമുദ്രം. രാത്രി സമയത്താണ്, കുറ്റാക്കൂരിട്ട്, അടുത്തിരിക്കുന്ന ആളെപ്പോലും കാണാനായിട്ട് പറ്റുന്നില്ല, ഒന്നുമില്ല. അദ്ദേഹം വെള്ളത്തിൽ 4 പ്രാവശ്യം മുങ്ങി. 5ാമത്തെ പ്രാവശ്യം തൻ്റെ ഭാര്യയുടെ മുഖം അദ്ദേഹം ഓർത്തു. തൻ്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യ, അവൾ അമേരിക്കയിലാണ്. 5ാമതായി ഒന്നുകൂടെ അദ്ദേഹം മുങ്ങി. അതിനുശേഷം ലാസ്റ്റായിട്ട് വെള്ളത്തിലേക്ക് മുങ്ങുന്നതിന് മുമ്പ് കൈ ഒന്നുകൂടെ അദ്ദേഹം ഒന്ന് പൊക്കി വെള്ളത്തിലേക്ക് താഴുകയാണ്. മുകളിൽ ഇതെല്ലാം നോക്കി ആരെങ്കിലും കടലിൽ കിടപ്പുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്ന നേവിയുടെ ഹെലികോപ്റ്റർ ഒരു മനുഷ്യൻ ബൈനോക്കുലറിൽ കൂടി നോക്കുമ്പോൾ ഒരു കൈ പൊങ്ങി താഴുന്ന ഒരു കാഴ്ച പെട്ടെന്ന് കാണുകയാണ്. ആ ഹെലികോപ്റ്റർ വളരെ വേഗത്തിൽ താഴേക്ക് വന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരു ലാഡർ താഴേക്ക് ഇറങ്ങി ഒരു മുങ്ങൽ വിദഗ്ധൻ കടലിലേക്ക് എടുത്ത് ചാടി കടലിൻ്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആർച്ചിബാൾഡ് ഗ്രേഷിയെ പൊക്കിയെടുക്കുകയാണ്. തിരിച്ച് കരയിൽ വരുമ്പോൾ ബോധമില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് വേണ്ടതൊക്കെ നൽകി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്കുത്തരമരുളും. കോട്ട പണിയുവാനോ കോട്ടയുടെ വിടവിൽ നിൽക്കാനോ ഞാൻ ഒരുവനെ അന്വേഷിച്ചു. നിങ്ങളുടെ ജീവിതം തകരുമ്പോൾ ആ വിള്ളലിൻ്റെ ഇടയിൽ കയറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന, ബ്രദറെ ഞാൻ 4 കർണക്കൊന്ത ചൊല്ലി, 3 കൊന്ത ചൊല്ലി, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ കാഷ്വലായിട്ട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കടന്ന് പ്രാർത്ഥിച്ച് സ്വർഗത്തെ പിടിച്ചു കുലുക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെ വിളിക്കുന്നു. ഹല്ലേലൂയ. ആർച്ചിബാൾഡ് ഗ്രേഷിയുടെ ഭാര്യ 3 കൊന്തം ചൊല്ലി കിടന്ന് ഉറങ്ങിയെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭർത്താവിന് ഡെഡ് ബോഡി വരും. 2 കർണക്കൊന്തം ചൊല്ലി കിടന്ന് ഉറങ്ങിയെങ്കിൽ, ഒരു 91 സങ്കീർത്തനം വായിച്ചിട്ട് കിടന്ന് ഉറങ്ങിയെങ്കിൽ ഭർത്താവിന് ഡെഡ് ബോഡി വരും. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ സ്പിരിച്വൽ വാർഫെയറിലേക്ക് കയറി, ആത്മീയ സമരത്തിലേക്ക് കയറി. ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ വചനത്തിലേക്ക് അവർ കയറി. 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ ഡു ഓ ഡൈ മാച്ച് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇത് 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പ്രാർത്ഥനയിലേക്ക് കയറി. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ ദൈവം മറുപടി തരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ലീവ് എടുത്ത് വീട്ടിലിരുന്ന്, അത് ബ്രദറെ ഞങ്ങൾക്ക് ലീവ് തീർന്നു, ലോസ് ഓഫ് പേ ലീവ് എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഞങ്ങൾ പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ പറയും, ബ്രദറെ ഞങ്ങളുടെ കാര്യം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾ ഉടനെ പറയും പ്രാർത്ഥിച്ചേക്കാമെന്ന് പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ പറയുന്നുണ്ട്, നിങ്ങൾ മറക്കരുത്. ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഇമെയിലിലേക്ക് ഇതുപോലെ 100 കണക്കിന് പ്രാർത്ഥനാ സഹായങ്ങൾ വരുന്നുണ്ട്. പ്രാർത്ഥിക്കും, കള്ളം പറയാത്തവർ പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവ് ചോദിക്കുകയാണ്, ഒരാൾ മതി എനിക്ക് നിൽക്കാൻ, എൻ്റെ യാക്കോബ് എവിടെ? Where is my Jacob, my James? 2 ഒന്ന് തന്നെ. എൻ്റെ യാക്കോബ് എവിടെ? ഒട്ടകത്തിന്റെ മുട്ടോട് കൂടിയ യാക്കോബ് എവിടെ? പിടിച്ചു കുലുക്കാൻ ശക്തിയുള്ള പ്രാർത്ഥന വീരന്മാർ എവിടെ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പ്രാർത്ഥന വീരന്മാർ എവിടെ? യോനയുടെ പുസ്തകം 2-ാം അധ്യായം, ജോന, ബുക്ക് ഓഫ് ജോന 2:2. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ കിടന്ന് ഞാൻ നിലവിളിച്ചു. ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചത് കണ്ണുനീരോടെയാണ്. ഞാൻ കരഞ്ഞു, ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. പാതാളത്തിന്റെ ഉദരത്തിൽ കിടന്ന്. നിങ്ങൾ ആരെങ്കിലും പാതാളത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന അനുഭവമാണോ? മോഹമൊക്കെ കണ്ടിട്ട് കുറേ പേര് കിടക്കുന്ന പോലെ തോന്നുന്നു. കുറേ യങ്സ്റ്റേഴ്സ് നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം. ഇവിടെ ഞാൻ അവരുടെ മുഖത്ത് നോക്കിയാണ് ആക്ച്വലി ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. കാരണം ആ റിസീവ് ചെയ്യുന്ന ആ മുഖമാണ് നമ്മുടെ അഭിഷേകത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തി വചനത്തെ പിടിച്ചെടുക്കാൻ ഇങ്ങനെ കൈയും കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം അഭിഷേകത്തെ ഉണർത്തുന്നു. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. അഭിഷേകം അഭിഷേകത്തെ ഉണർത്തുന്നു.
ഒരാള് പോരട്ടെ പോരട്ടെ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും പരിശുദ്ധാത്മാവ് ചാടിയിറങ്ങുകയാണ്, അഭിഷേകം ചാടിയിറങ്ങുകയാണ്. കഷ്ടതയിൽ കിടന്ന് ഞാൻ നിലവിളിച്ചു. 1 യോഹന്നാൻ 5:14, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദേശത്തുള്ള ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലം, അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ജീവിച്ചിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ ബുക്ക് കിട്ടിയാൽ വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കണം. അദ്ദേഹത്തിന്റെ പേര് ജോർജ് മ്യൂളർ എന്നാണ്. ജോർജ് മ്യൂളർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനാ മനുഷ്യരിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുന്നു. പ്രാർത്ഥനാ വീരനാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡയറിയിൽ അദ്ദേഹം എഴുതിയിടും. പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ദിവസത്തിന്റെ ഡേറ്റ് എഴുതിയിടും. ഞാൻ ഇന്നു മുതൽ ഈ വിഷയം പ്രാർത്ഥിക്കും. ഉത്തരം കിട്ടുമ്പോൾ അതിന്റെ ഡേറ്റ് ഇപ്പുറത്ത് എഴുതിയിട്ടിട്ട് ഒരു ടിക്കിടും. അതായത് എനിക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഡയറി നോക്കിയവർ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടിയിരിക്കുന്നു. ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടി കിട്ടിയിട്ടില്ല. അതവർ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഏറ്റവും ചട്ടമ്പിയായ, സ്കൂളിലെ ഏറ്റവും ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്ന വികൃതിയായ ഒരുവന് വേണ്ടി അദ്ദേഹം 38 കൊല്ലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 38 years. തിരിച്ചു നോക്കിയപ്പോൾ 38 വർഷം മുമ്പ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഡേറ്റ് ഇട്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ പ്രാർത്ഥനകൾക്കും അദ്ദേഹം ടിക്കിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം നോക്കിയപ്പോൾ ആൾക്കാർ അത്ഭുതപ്പെട്ടു പോയി. ഒരേ ഒരു വിഷയം ദൈവം കൊടുത്തില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഒരു അത്ഭുതമുണ്ടായി. അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വന്ന പഴയ സ്കൂൾ ക്ലാസ്മേറ്റ്, ആ ക്ലാസ്മേറ്റ്, ആ ഏറ്റവും ബഹളമുണ്ടാക്കുന്ന ചട്ടമ്പി, അന്ന് വൈകുന്നേരം മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് സഭയിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ശവമടക്കിന്റെ അന്ന് വൈകുന്നേരം ദൈവം അത്ഭുതം കൊടുക്കുകയാണ്. അത് ടിക്കിടാൻ, ഡയറിയിൽ അതൊരു ടിക്കിടാൻ ജോർജ് മ്യൂളർ ഇല്ലായിരുന്നു. പക്ഷെ ദൈവം ജോർജ് മ്യൂളറിനെ മറന്നു കളഞ്ഞില്ല. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്കൊരു വളർച്ചയുണ്ട്. There is a growth in our prayer life. നമ്മൾ ലെവൽസ് കയറാൻ ദൈവം പറയുകയാണ്. ആഴത്തിൽ പ്രാർത്ഥിക്കുക, സ്വർഗത്തെ പിടിച്ചു കുലുക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക, ആരാധനയോടെ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ദൈവവുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, തിരുത്തേണ്ടതിനെ എല്ലാം തിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, രമ്യതപ്പെടേണ്ടത് രമ്യതപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് മറുപടി തരിക തന്നെ ചെയ്യും. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ജോർജ് മ്യൂളറിന്റെ ലൈഫിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അദ്ദേഹം ഇവിടെ ഒരു ഓർഫണേജ് നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഓർഫണേജിൽ 450 കുട്ടികൾ, 450 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ആഹാരമില്ല. 8 o'clock അവിടുത്തെ ബെല്ലടിച്ചു. കുഞ്ഞുങ്ങളെല്ലാം വന്ന് ടേബിളിൽ ഇരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ ശുശ്രൂഷകരോട് പറഞ്ഞു, പ്ലേറ്റ് വയ്ക്കുക. അവർ ചോദിച്ചു, സാറേ പ്ലേറ്റ് വെച്ചാൽ ഇങ്ങനെ ഫുഡില്ല. അദ്ദേഹം പറഞ്ഞു, പ്ലേറ്റ് വയ്ക്കുക, ഗ്ലാസ് വയ്ക്കുക. കുട്ടികളുടെ മുൻപിലേക്ക് പ്ലേറ്റ് വന്നു, ഗ്ലാസും വന്നു, ഫുഡില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാം എൻ്റെ കൂടെ ചേരണം. നമുക്ക് രാത്രിത്തേക്ക് ഒന്നുമില്ല, പക്ഷേ ഫുഡ് വരും, പ്ലേറ്റും ഗ്ലാസും റെഡിയാണ്. ജോർജ് മ്യൂളർ, നിങ്ങൾക്ക് ആ ബുക്ക് കിട്ടിയാൽ വായിക്കണം, പിള്ളേർക്ക് മേടിച്ചു കൊടുക്കണം. അവരുടെ വിശ്വാസം, നിരീശ്വരവാദം നിറഞ്ഞ ഈ ലോകത്തിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവത്തിന്റെ മനോഹരമായ ചരിത്രം. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആകാശത്തിന്റെ ഭൂമിയുടെ നാഥനായ പിതാവേ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരുവാൻ പ്രാർത്ഥിച്ച, ഞങ്ങളെ പഠിപ്പിച്ച പിതാവേ, രാത്രിയിൽ ആഹാരമില്ല, സ്വർഗം തുറക്കണമേ, ഫുഡ് അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രാർത്ഥന കഴിഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ പാത്രത്തിൽ, അറിയാമല്ലോ, ഇങ്ങനെ ഫുഡ് ഇല്ലാത്തപ്പോൾ നമ്മളിങ്ങനെ അറിയാതൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അവരെല്ലാം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ടക്ക 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 ടക്കട്ട, ഫുഡില്ല. പ്രാർത്ഥന, പിള്ളേരും എല്ലാം പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചു. തുറന്നു നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ജോർജ് മ്യൂളർ ചോദിച്ചു, ആരാണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ബേക്കറിയിലെ ആളാണ്. എന്താണ് കാര്യം? ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബ്രെഡില് അതിൻ്റെ ആ ക്വാണ്ടിറ്റിയിൽ, ഐ മീൻ ക്വാളിറ്റിയിൽ ചെറിയൊരു മാറ്റം വന്നു. ഞങ്ങൾക്ക്
ഞങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ ബിസിനസ് പിടിച്ചിരിക്കുന്നത്. ചെറിയൊരു മാറ്റം വന്നപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു അത് വിൽക്കണ്ടെന്ന് പറഞ്ഞു. കാര്യം ചെറിയ ക്വാളിറ്റിയിൽ ചെറിയ ഒരു വ്യത്യാസം. ഞങ്ങൾ ചോദിച്ചു ഇത്രയും ബ്രെഡോ? ഞങ്ങളുടെ ഉടമസ്ഥൻ പറഞ്ഞു ജോർജ് മ്യൂളറിനോട് പോയി ചോദിക്കുക, അദ്ദേഹത്തിന് വേണ്ട എങ്കിൽ മാത്രം നമുക്ക് ഓൾട്ടർനേറ്റീവ് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു യെസ്, കരമടിച്ച് നമുക്ക് നല്ലവനായ നമ്മുടെ ദൈവത്തിന്. നിങ്ങളുടെ ഈ രാജ്യത്ത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാ വലിയ ലോറി തുറന്ന്, വലിയ ട്രക്കർ തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് പാക്കറ്റ് കണക്കിന് ബ്രെഡുകൾ ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരവിടെ നിന്നും അറിയിച്ചതനുസരിച്ച് അതാ അടുത്ത വണ്ടിയിൽ നിറച്ച് പാലും വരികയാണ്. ഇവിടെ ഫുഡില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അല്പസമയത്തിനകം തന്നെ പാലും എത്തിച്ചേരുകയാണ്. കുഞ്ഞുങ്ങൾ സുഭിക്ഷമായിട്ട് കഴിച്ചു. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ വിള്ളലിൽ കയറി നിന്നുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിധത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ചെയ്യേണ്ട വലിയ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എളുപ്പമല്ല. നിങ്ങൾ ആദ്യം നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങുക, നന്നായിട്ട് ഉറങ്ങി എഴുന്നേക്കുക. അതിനുശേഷം കട്ടൻ കാപ്പി അല്ലെ കട്ടൻ ചായയും ഫ്ലാസ്കുമായിട്ട് നിങ്ങളുടെ മുറിയിലിരിക്കുക. കൂടെയുള്ളവരോട് പറയണം ഒരൊറ്റ ആളെന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ നാളെ ഈ സമയത്തെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി വരത്തുള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ത്രോൺ റൂമിനെ പിടിച്ചു കുലുക്കാൻ പോകുകയാണ്. മുട്ടുപിൻ തുറക്കപ്പെടും. നിങ്ങൾക്ക് ഉറക്കം വരികയല്ല, കാരണം നിങ്ങൾ ഉറങ്ങിയിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. നിങ്ങൾ നടക്കുന്നു, എഴുന്നേക്കുന്നു, കൈവിരിച്ചു പിടിക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. ക്ഷീണിക്കുമ്പോൾ സങ്കീർത്തനം വായിക്കുന്നു, കുറേ വായിച്ചിട്ട് വീണ്ടും പ്രാർത്ഥന ആരംഭിക്കുന്നു, കരുണക്കൊന്ത ചൊല്ലുന്നു, ആരാധിക്കുന്നു, ജപമാല ചൊല്ലുന്നു. കർത്താവേ തന്നേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ കറക്റ്റാണ് ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ എൻ്റെ കൂടെ ആ ജോലി ചെയ്യുന്ന അവളോട് എനിക്കൊരു ഇച്ചിരി പ്രശ്നമുണ്ട്, മകളെ അത് ക്ഷമിക്കൂ. ക്ഷമിച്ച് കർത്താവേ, ഓക്കെ, നീ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ മുട്ടാനുള്ള അടുപ്പത്തിലേക്ക് നീ വരികയാണ്. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് 5 മണിയാവുമ്പോൾ നിങ്ങൾ ഇന്നലെ കയറിയതുപോലെ അല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ദൈവം നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് മുട്ടി വിളിക്കാൻ പറ്റും. മുട്ടുവിൻ, തുറക്കപ്പെടും. നിങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞു, തുറക്കുവിൻ. രാവിലെ ആകുമ്പോൾ മുറിയും തുറങ്ങി ഇറങ്ങി വരണം. പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതം കാണുക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. 2 കരവും ഉയർത്തി ഒന്ന് വിളിച്ചേ യേശുവേ, യേശുവേ. ആരും ശ്രദ്ധിക്കാതെ വിളിച്ച ഉച്ചത്തിൽ യേശുവേ, ഉച്ചത്തിൽ വിളിച്ചോ യേശുവേ, 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 യേശുവേ. അല്പനേരം കൂടെ വിളിക്കാമോ മക്കളെ? യേശുവേ. ആ പൊന്നുനാമത്തെ, പിതാവേ അവിടുത്തെ പുത്രനെ ഉയർത്തണമേ. പിതാവേ പുത്രനെ ഉയർത്തണമേ ഈ സമൂഹത്തിൽ. യേശു എല്ലാ ഹൃദയത്തിലും രാജാവായി വരട്ടെ, ചക്രവർത്തിയായി വരട്ടെ, അധിപനായി വരട്ടെ. ഒരു വലിയ ബന്ധം എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഒരു വലിയ അടുപ്പമുണ്ടാകട്ടെ, ഒരു വലിയ ഇന്റിമസി ഉണ്ടാകട്ടെ. കർത്താവിനോടുള്ള അടുപ്പം, എന്റെ യേശുവിനോടുള്ള അടുപ്പം. ജീസസ്, 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 ജീസസ്. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, ഡെലിവറൻസുകൾ നടക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, അസാധ്യങ്ങൾ സാധ്യമാകട്ടെ, തഴക്കദോഷങ്ങൾ മാറട്ടെ, സ്വഭാവം മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 16:23, നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരും. ഹല്ലേലൂയ. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തോട് വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു പേടിയാണ് വലിയ കാര്യമൊക്കെ ചോദിക്കാൻ. ദൈവം എന്നാ വിചാരിക്കും? പക്ഷെ അമ്മ ത്രേസ്യ പറയാണ്, വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. വി ഓൾ നോ ഗ്രേറ്റ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു,
പ്രഭോ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കുറച്ച് സ്വർണം വേണം, ഞാൻ പാവപ്പെട്ടവനാണ്. ചക്രവർത്തി ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, അപ്പുറത്ത് സ്റ്റോർ റൂമിന്റെ ഉടമസ്ഥനുണ്ട്, അവനാണ് ഇതൊക്കെ തരുന്നത്, അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇയാൾ അവിടെ ചെന്നിട്ട് ഒരു വലിയ തുകയ്ക്കുള്ള, അതായത് ചിന്തിക്കാൻ പറ്റാത്ത തുകയ്ക്കുള്ള സ്വർണം, ഏതാണ്ട് 5 കിലോ 6 കിലോ 10 കിലോ എന്തോ സ്വർണം അയാൾക്ക് വലിയൊരു എമൗണ്ട് വിലയുള്ള സ്വർണം അയാൾ ആവശ്യപ്പെട്ടു. സ്റ്റോർ കീപ്പർ ഗോൾഡ് കൊടുത്തില്ല. അയാൾ ഗോൾഡ് കൊടുക്കാതെ ഇപ്പുറത്ത് വന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രഭോ അങ്ങ് വിട്ട ഒരാൾ സാധാരണക്കാരനല്ല, കൊടും കള്ളനാണെന്ന് തോന്നുന്നു കേട്ടോ. അയാള് 100 മക്കളെ കെട്ടിക്കാനുള്ള കാശാണ് ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് അയാൾ ചോദിച്ചിരിക്കുന്നത്. അയാൾക്ക് ഒരു മോളൊന്നും അല്ല കെട്ടിക്കാനുള്ളത്, 100 മക്കളുണ്ടെന്നാ തോന്നുന്നു. അയാൾ അത്രയും പൈസ ചോദിച്ചു, എന്ത് ചെയ്യണം? അലക്സാണ്ടർ കൊടുത്ത മറുപടിയാണ് എൻ്റെ ഉത്തരം. അലക്സാണ്ടർ മറുപടി പറഞ്ഞു, അവൻ കൂടുതൽ ചോദിച്ചപ്പോൾ അവൻ എന്നെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ആരാണ് എന്നറിഞ്ഞിട്ടാണ് അവൻ കൂടുതൽ ചോദിച്ചത്. എനിക്ക് ഇത്രയും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവൻ ചോദിച്ചത്. ഞാൻ കൊടുക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ടാണ് അവൻ ചോദിച്ചത്. അവൻ എന്നെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്, മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. അവൻ ചോദിച്ചത് നീ കൊടുക്കുക. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം അത് തരികയാണ്. നമുക്കെന്നും ഒരു സംശയമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ, അല്ലേ? ഇത്രയും ജോലി തിരക്കൊക്കെ ഉള്ള നമ്മളോട് എന്തിനാണ് കർത്താവ് ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത്? ഇത് പ്രാർത്ഥിക്കാതെ തന്നെ ദൈവത്തിന് ഇതൊക്കെ ചുമ്മാ അങ്ങോട്ട് തന്നിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം സുഖകരമായിരുന്നേനെ. നിങ്ങൾ ചോദിക്കുന്ന ഈ സംശയം എനിക്കും ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. ഞാനും വിചാരിച്ചിട്ടുണ്ട്, കർത്താവേ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നു, ഡേ ഡ്യൂട്ടി എടുക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, കാഷ്വാലിറ്റി പോകുന്നു, OP പോകുന്നു, അങ്ങോട്ട് ഓടുന്നു, ഗൈനക്കോളജിയിൽ ഒരു പ്രസവത്തിനിടന്ന് നിലവിളിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് എങ്ങനെയാണ് കർത്താവേ പ്രാർത്ഥിക്കുന്നതെന്ന് ഒരു ജൂനിയർ ഡോക്ടറായിട്ട് ജോലി തരുന്ന സമയത്ത് ഞാനും ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട്, ഇതെങ്ങനെ ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുന്നത്, കാര്യം എന്താ? പക്ഷെ ദൈവം ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കുക, സങ്കീർത്തനങ്ങൾ, സാംസ് 115:16, 115:16. ആകാശം കർത്താവിന് മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. സങ്കീർത്തനം 115:16. ആകാശം കർത്താവിന് മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കുക, നമ്മൾ നമ്മുടെ മക്കൾക്ക് പറമ്പെഴുതി, വീടും പറമ്പൊക്കെ എഴുതി കൊടുക്കുന്ന പോലെയാണ്. എടാ, നാട്ടിലെ 10 ഏക്കർ റബ്ബർ തോട്ടം തോമാച്ച നിനക്ക്, 8 ഏക്കർ റബ്ബർ തോട്ടം ചാക്കോച്ച നിനക്ക്, എടി നിനക്ക് മോളെ നിനക്ക് വീട്, കേട്ടോ, പിന്നെ അമ്മച്ചിയുടെ സ്വർണ്ണമെല്ലാം നിനക്ക്. ദൈവപിതാവ് ഇതുപോലെ നമുക്ക് തന്നതാണ് ഈ ഭൂമി. സ്വർഗം ആകാശം ദൈവത്തിന് മാത്രമുള്ളത്, ഭൂമി അവിടെ നിന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് തന്നു. എന്നിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഇനി എന്തെങ്കിലും ഞാൻ ഇടപെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കാതെ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയില്ല. നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊരു വീട് കൊടുത്തിട്ട് അവരോട് ചോദിക്കാതെ പോയി പെയിന്റ് അടിക്കൂ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിക്കൂ, അല്ല ചെയ്യത്തില്ല. നമ്മൾ അനങ്ങത്തില്ല. അവര് സഹായം ചോദിച്ചാ നമ്മൾ പറയും, ആ ചാച്ചൻ വരാടാ, നീ പൊയ്ക്കോ എന്ന് നമ്മൾ പറയും. അമ്മച്ചി വന്നേക്കാം, നീ പൊയ്ക്കോ എന്ന് പറയും. അതാണ് എൻ്റെ ഉത്തരം. ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്കിത് തന്നു കഴിഞ്ഞു, ഭൂമി നിങ്ങൾക്ക് തന്നു. ഇനി ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ വരണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാതെ ഞാൻ കയറി ഇടപെടുന്ന പ്രശ്നമില്ല. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, കോൾ ടു മീ, എന്നെ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് തന്ന ഈ ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതായിരിക്കും. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാക്കുക, എ പ്രയർലെസ് ക്രിസ്ത്യൻ ഈസ് എ പവർലെസ് ക്രിസ്ത്യൻ. എ പ്രയർലെസ് ക്രിസ്ത്യൻ ഈസ് എ പവർലെസ് ക്രിസ്ത്യൻ. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. കാർ ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുക. ആരോ എന്തോ പറഞ്ഞോട്ടെ, പറയുന്നവരെല്ലാം പറയട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. കുർബാന കഴിഞ്ഞാലും പിന്നെ അവളുടെ ഒരു 45 മിനിറ്റ് നേരത്തെ ഇരിപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്നതാണോ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ എങ്ങും ആരുമില്ല.
ഉണ്ട്, ഒരാളുണ്ട് അവിടെ. ആരുമില്ലാന്ന് നിങ്ങൾ പറയുന്നതാണ്, പക്ഷെ അവിടെ ഒരാളുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കുർബാന കഴിഞ്ഞിട്ട് മനുഷ്യർ പോയി, പക്ഷെ അവിടെ ഒരാളുണ്ട്. നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ളവനും എല്ലാ നാമങ്ങൾക്കും മേലായ നാമമായവനുമായ യേശു ക്രിസ്തുവിന്റെ നാമം. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ മണവാട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്റെ മണവാളൻ എന്താണ് ഇത്ര പ്രത്യേകത? മണവാട്ടി മറുപടി പറയുകയാണ്, അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ, വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് എന്റെ പ്രിയൻ. ദാറ്റ് ഈസ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആരാണ് എന്റെ പ്രിയൻ? അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ, വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് എന്റെ പ്രിയൻ. കുർബാന കഴിഞ്ഞിട്ടും അവൾ അവിടെ തന്നെ ഇരിക്കുന്നത് മനുഷ്യരെ കാണാൻ വേണ്ടിയിട്ടല്ല. ഭർത്താവേ, നിങ്ങൾക്ക് പുറത്തു നിന്ന് കാല് കഴിക്കുന്നുണ്ട്, നിങ്ങളും കൂടെ കയറി കുറച്ചു നേരം പള്ളിയുടെ തിരുതാ മതി. അവൾ അവിടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ അവളെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും കുർബാന സ്വീകരിച്ചിട്ട് പോയി കഴിയുമ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് മകന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മകളുടെ കാര്യം പറയാണ്. എനിക്കങ്ങു മാത്രമേ ഉള്ളൂ ഇടപെടണം, 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 ഇടപെടണം. മുട്ടുവിൻ, തുറക്കപ്പെടും. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുവിൻ, മറുപടി വരിക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം ഉയർത്തി ഒന്ന് വിളിച്ചേ യേശുവേ. ഉച്ചത്തിൽ വിളിച്ച യേശുവേ. ഉച്ചത്തിൽ വിളിച്ച യേശുവേ. എല്ലാ നാവുകളും വിളിക്കട്ടെ യേശുവേ. കരം താഴ്ത്തിയിടാം. അപ്പൊ നമ്മൾ യാക്കോബിനെ കുറിച്ച് നമ്മൾ കേട്ടു. രണ്ടാമത്തെ ആള് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പീറ്ററാണ്, പത്രോസ്. നമ്മിൽ ഒരു പീറ്റർ വേണം, നമ്മിൽ ഒരു ജെയിംസ്, യാക്കോബ് വേണം. എല്ലാവരിലും ഒരു യാക്കോബ് ഫോം ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരിലും ഇപ്പം മുഖം കാണുമ്പോൾ അറിയാം, വന്നതുപോലെയല്ല. ഒരു യാക്കോബ് അകത്ത് ജനിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു യാക്കോബാകും, ഞാൻ വിള്ളലിൽ നിൽക്കും, ഞാൻ കർത്താവിന്റെ ഹൃദയത്തിൽ മുട്ടി വിളിക്കും, ദൈവം എനിക്ക് ഉത്തരം തരും. ആ ബോധ്യം. എന്നാ ഇന്ന് ബ്രദർ പറഞ്ഞതുപോലെ ലീവ് എടുത്ത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ഒന്ന് നടത്തി നോക്കാം, അങ്ങനെ തീരുമാനിച്ചവരും ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇത് സത്യമാണേ അതിൻ്റെ വിവരവും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ. ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്തു നോക്കൂ. ഞാൻ ചോദിച്ചത് ആത്മീയമായ കാര്യത്തിനായിരുന്നു, അത് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അത് കിട്ടി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഉത്തരം മുറിയിൽ വരികയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നലെ കയറിപ്പോയ ഭർത്താവിനെ ഭാര്യ കാണുകയാണ്. പിറ്റേന്ന് അവൾ കാണുമ്പോൾ തന്നെ ചോദിക്കും, ഉത്തരം കിട്ടിയല്ലേ? എങ്ങനെ മനസ്സിലായി? നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കയറിപ്പോയ ആളല്ല ഇറങ്ങി വന്നിരിക്കുന്നത്. മോശ മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു രൂപാന്തരീകരണം ഞാൻ നിങ്ങളിൽ കാണുന്നു. I can see the glory of God resting upon you. I can see the glory. I can see the glory of God upon you. മനുഷ്യന് നോക്കാനാവാത്ത വണ്ണം അവന്റെ മുഖത്തെ ദൈവം ശോഭ കൊണ്ട് നിറച്ചു കളഞ്ഞു. നിങ്ങൾ വിട്ടുകൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. സഹനം എന്നുള്ള ഓമന പേരും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം തകർത്ത് കളയാൻ നിങ്ങൾ സാത്താന് വിട്ടുകൊടുക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കറിയാം സഹനമുണ്ട്, അതുണ്ട്. പക്ഷേ ജോബിനെ പോലെ സഹിച്ചവർ ബൈബിളിന്റെ ചരിത്രത്തിൽ ആരുമില്ല, അല്ലേ? നമുക്കറിയാം ജോബിനെ പോലെ സഹിച്ചവൻ ആരുമില്ല. നമ്മൾ സഹിക്കുമ്പോൾ എല്ലാവരും വന്ന് പറയുന്നത് ജോബാണ്. പക്ഷെ മറക്കരുത്, ജോബിന്റെ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 42-ാം അധ്യായം. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇരട്ടിയായി മടക്കി കൊടുത്തു. കരം അടിച്ച് നിങ്ങളൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. സഹനത്തിന്റെ അവസാനം കൂടെ കാണാതെ പോകരുത്. സഹനം മാത്രം പറഞ്ഞിട്ട് പോകരുത്. സഫറിംഗ് മാത്രം പറഞ്ഞിട്ട് പോകരുത്. ഗ്ലോറി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ആഫ്റ്റർ യുവർ സഫറിംഗ് there is glory waiting for you. നിങ്ങളെ മഹത്വപ്പെടുത്തുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് ഇരട്ടിയാക്കി തരുന്ന ഒരു ഗ്ലോറി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മേടിക്കണം. ജോബിന്റെ സഹനം മാത്രം കേട്ടിട്ട് പോകരുത്, ജോബിന്റെ മഹത്വം കേട്ടിട്ടേ പോകാമുള്ളൂ. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു മക്കളെല്ലാം കർത്താവ് ഉയർപ്പിച്ചു കൊടുത്തു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കൊടുത്തു. ഉണരുക ദൈവജനമേ. നമ്മൾ ലോകത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ലോകത്ത് പാപം വർദ്ധിക്കുന്നു, ഇരുട്ട് വർദ്ധിക്കുന്നു, മോറാലിറ്റി തകരുന്നു, പ്രിൻസിപ്പിൾസ് ഉള്ളവരുടെ എണ്ണം കുറയുന്നു, ക്വാളിറ്റിയുള്ള ജീവിതങ്ങൾ കുറയുന്നു. ഇവിടെ ഇരിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവം പറയാണ്, യു ആർ മൈ ചോസൺ പീപ്പിൾ, യു ആർ മൈ ഓൺ, യു ആർ മൈ ഓൺ. നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. ഈ ദേശത്ത് അനേകരിൽ നിന്നും നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്ത് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. തകർന്നവർ ഇരട്ടി മേടിച്ചുകൊണ്ടേ പോകാമുള്ളൂ. ഇരട്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് മേടിച്ചിട്ടേ പോകാമുള്ളൂ. ഹല്ലേലൂയ. അതാണ് ജോബിന്റെ പുസ്തകത്തിലെ സന്ദേശം. For your suffering there is double glory waiting. That is the message of the book of Job. For your suffering there is glory, double glory waiting for you. നിങ്ങൾക്ക് വേണ്ടി അത് കാത്തിരിക്കുന്നു. രണ്ടാമത്തെ ആള് പത്രോസ്. നമ്മളിൽ ഒരു പീറ്റർ വേണം. ആരാണ് ഈ പീറ്റർ? കർത്താവ് കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ, മാത്യു 16:13, സീസറിയ ഫിലിപ്പി എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ, കേട്ടോ യങ്സ്റ്റേഴ്സ്. സീസറിയ ഫിലിപ്പി, മലയാളം ബൈബിളിൽ കേസറിയ ഫിലിപ്പി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ സീസറിയ ഫിലിപ്പി അല്ലെങ്കിൽ കേസറിയ ഫിലിപ്പി എന്ന സ്ഥലത്തെത്തിയപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? രണ്ട് ചോദ്യം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളിപ്പോൾ ബൈബിൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബൈബിൾ പഠിക്കാൻ നല്ലതാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഈ സ്ഥലത്ത് വന്നപ്പോൾ തന്നെ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ചോദിച്ചില്ല, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ചോദിച്ചില്ല? ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ചോദിച്ചില്ല? അന്ധന് കാഴ്ച കൊടുക്കുമ്പോൾ ചോദിച്ചില്ല? എന്താ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ചോദ്യം ചോദിക്കാൻ കാരണം? ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. സീസറിയ ഫിലിപ്പി, ഈ സ്ഥലം ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. ശ്രദ്ധിക്കുക. ഫിലിപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ സീസർ എന്ന് പറയുന്ന റോമിലിരിക്കുന്ന ചക്രവർത്തി എംപററിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, ജീവിച്ചിരിക്കുന്ന എംപറിന് വേണ്ടി ഒരു അമ്പലം പണിത സ്ഥലമാണ് സീസറിയ ഫിലിപ്പി. റോമിൽ ജീവിച്ചിരിക്കുന്ന ചക്രവർത്തിക്ക് വേണ്ടി ഒരു അമ്പലം പണിത് വച്ചിരിക്കുന്ന, ഒരു ടെമ്പിൾ പണിത് വച്ചിരിക്കുന്ന ആള് ജീവിച്ചിരിപ്പുണ്ട്. അയാളുടെ ടെമ്പിൾ പണിത് വച്ചിരിക്കുന്ന സ്ഥലമാണ് സീസറിയ ഫിലിപ്പി. അങ്ങനെയാണ് ഈ പേര് കിട്ടിയത്. ഫിലിപ്പ് സീസറിന് വേണ്ടി പണിത ടെമ്പിൾ ഉള്ള സ്ഥലം സീസറിയ ഫിലിപ്പി. അപ്പൊ റോമാക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. റോമാക്കാരെല്ലാം വന്ന് ഇവിടെ വന്ന് ചക്രവർത്തിയെ ചക്രവർത്തിയെ എന്ന് പറഞ്ഞ് കുമ്പിട്ട് ദൈവമായിട്ട് ആരാധിക്കുന്ന ആരാധനാലയം അവിടെ ഉണ്ട്. ഇനി ഗ്രീക്കുകാരുടെ ഒരു ദേവനായ പാൻ, PAN, പാൻ എന്ന് പറയുന്ന ദേവന്റെ ആരാധനാലയം ഇവിടെ തന്നെയാണ്. ഗ്രീക്കുകാർ വിശ്വസിച്ചത് പാൻ എന്ന് പറയുന്ന ദേവൻ ജനിച്ചത് ഇവിടെയാണ്, ബർത്ത് പ്ലേസ് ഇവിടെയാണ്. അതുകൊണ്ട് അവർ വലിയൊരു ടെമ്പിൾ അവിടെ കെട്ടിയിട്ട് അവിടെ ആരാധന നടക്കുന്നു. ലോകം മുഴുവനുമുള്ള ഗ്രീക്കുകാർ ഈ ടെമ്പിളിൽ വന്നാണ് പാനിനെ ആരാധിക്കുന്നത്. അവിടെയാണ് സീസറിയ ഫിലിപ്പി എന്ന് പറയുന്ന സ്ഥലം. ഇനി മൂന്നാമത്തത് സിറിയാക്കാർക്ക് പ്രാധാന്യമുള്ള സ്ഥലം. അവരുടെ ബാൽ ദേവൻ, ബൈബിളിൽ നിങ്ങൾ കാണുന്ന ബാൽ ദേവൻ, അദ്ദേഹത്തിന്റെ 14 ടെമ്പിൾ അവിടെ ഉണ്ട്. 14 ടെമ്പിൾ, ബാലിന്റെ 14 ആരാധനാലയങ്ങളുള്ള സ്ഥലമാണ് സീസറിയ ഫിലിപ്പി. അപ്പോൾ ഗ്രീക്കുകാർക്ക് പ്രധാനപ്പെട്ടതാണ്, സിറിയാക്കാർക്ക് പ്രധാനപ്പെട്ടതാണ്, റോമാക്കാർക്ക് പ്രധാനപ്പെട്ടതാണ്. ഒന്നുകൂടെ ഉണ്ട് സീസറിയ ഫിലിപ്പി. ജോർദാൻ നദി ഒറിജിനേറ്റ് ചെയ്യുന്ന അവിടെ നിന്നാണ്. ജോർദാൻ നദി ഉത്ഭവിക്കുന്നത്, തുടങ്ങുന്നത് സീസറിയ ഫിലിപ്പിയുടെ അവിടെ ആ പ്രദേശമാണ്. അതുകൊണ്ട് ജൂയിഷ് പീപ്പിളിനും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ ഈ പ്രസംഗത്തിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു, ലോകത്തിൽ എത്ര മതങ്ങളുണ്ട് എന്നൊന്നറിയാൻ വേണ്ടി. ഇപ്പോൾ എത്ര റിലീജിയൻ ഉണ്ട്? സത്യത്തിൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഉത്തരം. ഞാൻ വിചാരിച്ചതല്ല, ഞാൻ വിചാരിച്ച ഉത്തരവല്ല ഗൂഗിൾ കാണിക്കുന്നത്. 10,000. യു ആർ റൈറ്റ്. ഇത് തന്നെ എനിക്ക് രാവിലെ വന്നത്. ഞാനും അറിയാതെ ഇത് തന്നെയാണ് കാണിച്ചത്. കാരണം 10,000, 10,000 മതങ്ങൾ ലോകത്തിലുണ്ട്. മനസ്സിലായോ? 10,000 മതങ്ങളും കോടിക്കണക്കിന് ആരാധനാമൂർത്തികളും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ എല്ലാ ആരാധനാമൂർത്തികളും ചുറ്റിലും നിൽക്കുന്ന ഒരുപാട് ആരാധനാലയങ്ങളുള്ള സ്ഥലത്തെത്തിയപ്പോൾ യേശു ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ചിലർ പറഞ്ഞു പ്രവാചകൻ, ഏലിയ, ജെറമിയ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്,
കർത്താവിന് അതൊന്നും കേട്ടിട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. ഓ, അവരെന്നെ പ്രവാചകനാക്കി ഉയർത്തിയല്ലോ എന്നൊന്നും പറഞ്ഞില്ല. നോ 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 നോ, പ്രവാചകനാക്കി ഉയർത്തിയല്ല, കർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് അടുത്ത ചോദ്യം ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഈ ചുറ്റിലുമുള്ള എല്ലാ ആരാധനാലയത്തിലേക്കും ഒന്ന് നോക്കിയിട്ട് അവന്റെ മുഖം മുകളിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് അവൻ പതുക്കെ താടി തടകിക്കൊണ്ടൊരു ഉത്തരം കൊടുത്തു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. യു ആർ ക്രൈസ്റ്റ്, ദി അനോയിന്റഡ് വൺ, ദ മെസ്സയ. We were waiting for you. The whole world was waiting for you. The Messiah. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. യേശു മറുപടി പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനേ, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. നരകത്തിന്റെ കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതിന്റെ ചുറ്റിലുമുള്ള ചിലതിന്റെ ആരാധന കണ്ടുകൊണ്ട് കർത്താവ് പറയാണ്, ഇതിന്റെ ശക്തികളൊന്നും എന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഇവിടെ ഈ കെട്ടിവച്ചിരിക്കുന്നതൊന്നും കണ്ട് നീ ഭയപ്പെടണ്ട, ഇതിനൊന്നും നിന്നെ തൊടാൻ പറ്റുകയില്ല. നരകത്തിന്റെ കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. കാരണം നിന്റെ വിശ്വാസം എന്നിലാണ്. യേശു നിങ്ങൾക്ക് ആരാണ് പ്രിയപ്പെട്ടവരെ? 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 60-ാം തിരുവചനം. കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സകല ജനതകളും അറിയട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. യേശു മാത്രമാണ് ദൈവമെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ക്രിസ്ത്യൻ അല്ലാത്തൊരു ഫ്രണ്ട് പറഞ്ഞു, ജോൺ, ഡോക്ടറാണ്, ജോൺ യു ആർ ഫാനാറ്റിക്. ജോൺ യു ആർ ഫാനാറ്റിക്. നീ ഇതെന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഫാനാറ്റിസം ഇവിടെ മാത്രമല്ല, ലോകത്തിലുണ്ട്. എക്സാമ്പിൾ, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ദൈവം ഒരേ ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ, ഓക്സിജൻ. There is no alternative. ഓക്സിജന് ഓൾട്ടർനേറ്റീവ് ഇല്ല. ഓക്സിജൻ മാത്രമാണ് നമ്മളെ രക്ഷിക്കുന്ന വാതകം. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഫെനാറ്റിക് എന്ന് പറയുമോ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹീലിയം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ധാരാളമുണ്ട്. പക്ഷെ ഓൺലി ഓക്സിജൻ. ഇതാ ദൈവം നമ്മളെ നോക്കി പറയാണ്, കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സകല ജനതകളും അറിയട്ടെ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? ഇടയ്ക്ക് ചോദ്യം ചോദിക്കും. ദൈവപുത്രനായ ഈശോയെ പറ്റി ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ഒരു വചനം ആദ്യം കേൾപ്പിക്കാം, ശ്രദ്ധിക്കുക. സുഭാഷിതങ്ങൾ, പ്രോവെർബ്സ് 34:34. വചനം ഇതാണ്, സുഭാഷിതം 30:4. സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര്? കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നത് ആര്? സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ആര്? ഭൂമിയുടെ അതിരുകൾ, ബൗണ്ടറികൾ ഉറപ്പിച്ചത് ആര്? ഇനി കേൾക്കുക, അവന്റെ പേരെന്ത്? അവന്റെ പുത്രന്റെ പേരെന്ത്? തീർച്ചയായും നിനക്കറിയാമല്ലോ. കരമടിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പഴയ നിയമത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പ്രോഫസി പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. There is a son of God. ഇതാ ദൈവപുത്രൻ. അവന്റെ പേരെന്ത്? അവന്റെ പുത്രന്റെ പേരെന്ത്? സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര്? കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നത് ആര്? സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് ആര്? ഭൂമിയുടെ ബൗണ്ടറി ഉറപ്പിച്ചത് ആര്? അവന്റെ പേരെന്ത്? അവന്റെ പുത്രന്റെ പേരെന്ത്? അടുത്ത വചനം, തീർച്ചയായും നിനക്കറിയാമല്ലോ. Surely you know it. Yes, we know it. His name is Jesus. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനം 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെഴുതുന്ന സമയത്ത് റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണ്, ലെറ്റർ ടു റോമൻസ്. ഈ റോമിൽ അന്നൊരു നിയമമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മൾ ആളുകളെ തമ്മിൽ കാണുമ്പോൾ, ഇപ്പൊ നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്നാ പറയുന്നല്ലേ, നമ്മൾ ദൈവമക്കൾ തമ്മിൽ പ്രൈസ് ദി ലോർഡ് ജോസ് ബ്രദർ, പ്രൈസ് ദി ലോർഡ് എന്ന് ജോസ് ബ്രദർ, ആ പ്രൈസ് ദി ലോർഡ് ഷൈജു വെച്ച പ്രൈസ് ദി ലോർഡ് മോളെ, പ്രൈസ് ദി ലോർഡ്.
അന്ന് നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ പരസ്പരം അവര് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? സീസർ ഈസ് ലോർഡ്. അപ്പം മറ്റേ ആൾക്കാർ എന്ത് പറയും? സീസർ ഈസ് ലോർഡ്. മനസ്സിലായോ? സീസർ കർത്താവാകുന്നു. അത് പറഞ്ഞാണ് അവർ ഗ്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കർത്താവിന്റെ കുരിശുമരണവും ഉത്ഥാനവും കഴിഞ്ഞ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് സഭയുണ്ടായി. നമ്മുടെ പൂർവികരായ പാവപ്പെട്ട മനുഷ്യർ, ആദിമസഭയിലെ ആൾക്കാർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന റോമാക്കാർ പറയും സീസർ ഈസ് ലോർഡ്. നമ്മുടെ ആൾക്കാർ തിരിച്ചു പറയും ജീസസ് ഈസ് ലോർഡ്. തിരിച്ചു പറയാൻ തുടങ്ങി. ഇതാണ് യഥാർത്ഥത്തിൽ പെർസിക്യൂഷന് കാരണമായി തീർന്നത്. പീഡനത്തിനും സിംഹങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നതിനും തീപ്പന്തം പോലെ കത്തിക്കുന്നതിനും കാരണമായി തീർന്ന പ്രശ്നം ഇതാണ്. എവിടെ വെച്ച് കണ്ടാലും സീസർ ഈസ് ലോർഡ്, സീസർ കർത്താവാണെന്ന് പറഞ്ഞെടുത്ത് യേശു കർത്താവാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നിരിക്കുന്നു. സീസർ ഇത് കൊട്ടാരത്തിൽ അറിഞ്ഞു. ആരടാ ഈ യേശു? അവര് പറഞ്ഞ ചുമ്മാ അടിച്ച് കെട്ടിത്തൂക്കി ഒരാളെ നമ്മൾ കൊന്നില്ലേ, പുള്ളിക്കാരനെയാണ് ഇവന്മാര്. എനിക്ക് പകരം കുരിശിൽ തറച്ചു കൊന്ന ഒരുത്തൻ കർത്താവാണെന്ന് പറയുന്നോ? അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടോ? അവന്മാരാര് ഭ്രാന്തന്മാരായിരിക്കും. എല്ലാത്തിനും പിടിച്ച് ലയൺസിന് ഇട്ട് കൊടുക്കുക, സിംഹത്തിന് ഇട്ട് കൊടുക്കുക. അവർ മരിക്കാൻ തയ്യാറായി. യോനാടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് ലിബിയയുടെ തീരത്ത് വെച്ച് തീവ്രവാദികൾ 20 ക്രിസ്ത്യാനികളുടെ കഴുത്ത് വെട്ടി. കുറേ നാൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കോവിഡിനൊക്കെ മുൻപാണ്, നമ്മളെ സങ്കടപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ അതിലെ ഏറ്റവും വേദനാജനകമായ കാര്യം എന്താണെന്നറിയാമോ? പാവപ്പെട്ട മനുഷ്യരാണ്, എല്ലാവരും ബൈബിൾ പഠിച്ചിട്ടില്ല, എന്നതാ ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ അവർക്ക് കർത്താവിനെ ഇഷ്ടമായിരുന്നു, പ്രാണനാഥനായിരുന്നു. 19 പേരുടെ തലയും വെട്ടി. ഇനി ഒരാളും കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, ഇവർ ഒരുമിച്ച് കൂലിപ്പണി ചെയ്യുന്നവരാണ്. 19 എണ്ണത്തിന്റെ തല വെട്ടി. 20ാമത്തെ ആളിനോട് ചോദിച്ചു, നീ യേശുവിനെ തള്ളി പറയുന്നു? അവൻ പറഞ്ഞു, ചേട്ടന്മാരെ, യേശു ആരാന്ന് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എനിക്ക് യേശു ആരാന്ന് പോലും അറിയത്തില്ല. ഞാൻ യേശുവിനെ കുറിച്ച് ഇന്നുവരെ കേൾക്കാത്ത ഒരാളാ. പക്ഷെ ഇവിടെ വെച്ച് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവന്മാരാണ് ഈ മരിച്ചു കിടക്കുന്നത്. ഇവർക്ക് ഭാര്യയും മക്കളും ഉണ്ട്. ഇവർ ഇത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ തിരിച്ചൊരു തെറി പോലും പറയാതെ, ഒരു ചീത്ത പോലും പറയാതെ നിങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് കഴുത്ത് കാണിച്ച് 19 പേരും മരിച്ചു വീണു. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇവരാരാധിക്കുന്ന ദൈവമാണ് സത്യദൈവം. അവൻ തന്നെയാണ് ഈ നിമിഷം മുതൽ എന്റെയും ദൈവം. നിങ്ങൾക്ക് അവരോടൊപ്പം എന്നെയും പറഞ്ഞു വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അറിഞ്ഞ് ജീവിതം കൊടുത്ത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ലാസ്റ്റ് മൊമെന്റിൽ അവിടെ വെച്ചാണ് ഈ യേശു ആരാന്ന് അറിയുന്നത്. പത്രക്കാർ ഈ മനുഷ്യന്റെ വീട് തപ്പി ആഫ്രിക്കയിൽ പോയി. കറുത്ത വർഗ്ഗക്കാരനാണ്. അവിടെ ചെന്നപ്പോൾ ഭാര്യ 7 മാസം പ്രഗ്നന്റ് ആണ്. ഭർത്താവിന്റെ ഫോട്ടോ അവിടെ വച്ചിരിക്കുകയാണ്. അവരെങ്ങനെയോ അറിഞ്ഞു യേശുവിന് വേണ്ടിയാണ് മരിച്ചത്. അതുകൊണ്ട് ഭർത്താവിന്റെ ഫോട്ടോയുടെ മുകളിൽ യേശുവിന്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് വിഷമമില്ല സാർ, എന്റെ ഭർത്താവ് ദൈവത്തിന് വേണ്ടിയാണ് മരിച്ചത്. ഹല്ലേലൂയ. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പുറത്തു വരുമ്പോ സന്തോഷിക്കും. അവന്റെ അപ്പൻ ദൈവത്തിന് വേണ്ടി മരിച്ചവനാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. 1 തിമോത്തി 2:5 കേൾക്കുക. ഒരു ദൈവമേ ഉള്ളൂ. There is only one God. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒരുവനേ ഉള്ളൂ, മനുഷ്യനായി മാറി യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി അറ്റോൺമെന്റായി മോചന മൂല്യമായി നൽകി. ഹല്ലേലൂയ. There is only one God and there is only one mediator between God and man, the man Christ Jesus. നമ്മളിൽ ഒരു പത്രോസ് വേണം പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം, നമ്മുടെ ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. നാട്ടിലൊക്കെ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ ഒരു കൊന്ത എടുത്തു വെച്ച് ചൊല്ലാൻ പോലും കത്തോലിക്കരായ പലർക്ക് നാണക്കേടാണ്. പിന്നെ പാത്ത് വെച്ചിട്ട് വിരൽ കൊണ്ടുള്ള വേലയൊക്കെ ഇങ്ങനെ ചിലർ കാണിക്കുന്ന കാണാം. നമുക്ക് ഈ ജപമാല എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബൈബിൾ എടുത്ത് വായിച്ചാൽ ആരെങ്കിലും കണ്ടാൽ നമുക്കൊരു നാണക്കേടാണ്. പക്ഷേ മറ്റു പല മതസ്ഥരും പരസ്യമായിട്ട് പ്രാർത്ഥിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. അവർക്ക് അവരുടെ ദൈവത്തെ ഏറ്റുപറയാൻ ലജ്ജയില്ല. ഇതാ നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ പത്രോസ് ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രൈസ് ദി ലോർഡ്.
നിങ്ങളുടെ കുടുംബത്തിൽ ദൈവരാജ്യം പണിയപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു കർത്താവാണ്, രക്ഷകനാണെന്ന് മക്കൾക്ക് നിങ്ങൾ കുഞ്ഞിലെ പറഞ്ഞു കൊടുക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് വിളിച്ചേ യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഉച്ചത്തിൽ വിളിച്ചേ യേശുവേ 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 യേശുവേ. കരം താത്തിയിടുക. നമ്മളോടൊക്കെ ഈ നാട്ടിലെ ചില ബുദ്ധിയുള്ള ആൾക്കാർ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലെ എന്തിനാ റിലീജിയൻ കൊടുക്കണേ? കുഞ്ഞിലെ ജീസസിനെ കൊടുക്കരുത്, 18 ഇയേഴ്സ് വരെ കൊടുക്കരുത്. എന്നിട്ട് അവർ 18 ഇയേഴ്സ് ആവുമ്പം അവർ തന്നെത്താൻ ചൂസ് ചെയ്യട്ടെ, അതുവരെ നിങ്ങളൊന്നും കൊടുക്കരുത്. തിരിച്ചൊരു മറുപടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിച്ചിട്ടാണോ നിങ്ങൾ പനി വരുമ്പോൾ കഫ് സിറപ്പ് കൊടുത്തത്? അവരുടെ മക്കളോട് ചോദിക്കുക, മക്കളോട് ചോദിച്ചിട്ടാണോ സ്കൂളിൽ കൊണ്ട് ചേർത്തത്? പലപ്പോഴും മക്കൾക്ക് എഴുതാനും പഠിക്കാനും ഒക്കെ ആ പ്രായത്തിൽ ബുദ്ധിമുട്ടാണ്, അവർക്ക് കളിക്കണം. പക്ഷേ നിർബന്ധിച്ച് കൈക്ക് പിടിച്ച് അക്ഷരം എഴുതിച്ച് സ്കൂളിൽ കൊണ്ട് ചേർത്തതും, കഴിക്കാതിരിക്കുമ്പോൾ നിർബന്ധിച്ച് വായിലോട്ട് ആഹാരം കൂത്തി അങ്ങോട്ട് കഴിക്കടാന്ന് പറഞ്ഞ് കഴിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തതും നമ്മൾ തന്നെയല്ലേ? ഹല്ലേലൂയ. ശരീരത്തിന്റെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ അറിയാമെങ്കിൽ ആത്മാവിന്റെ ഭക്ഷണം കൊടുക്കാനുള്ള റൈറ്റും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് മാത്രം കൊടുത്തിട്ട് ഒന്ന് മാത്രം കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. വിദ്യാഭ്യാസം, സോക്സ്, ഡ്രസ്സ്, യൂണിഫോം, സ്കൂള്, ഇതെല്ലാം പേരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ കൊടുക്കും, അത് നമ്മുടെ റൈറ്റാണ്. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യെശയ്യാ 46:9, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവൻ ഇല്ല, ഞാൻ തന്നെയാണ് ദൈവം, എന്നെ പോലെ മറ്റാരുമില്ല. വാവ്, ഇതൊക്കെയാണ് ദൈവത്തിന്റെ കാട്ട വചനങ്ങൾ. ഞാനാണ് ദൈവം, ഐ ആം ഗോഡ് ഓൾമൈറ്റി, ഞാനല്ലാതെ മറ്റൊരുവൻ ഇല്ല, there is no other God. ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ മറ്റാരുമില്ല. ഹല്ലേലൂയ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം പറയാണ്, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഐസയ്യ 43:11, യെശയ്യാ 43:11, എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവമില്ല, ഇനിയൊട്ടുണ്ടാകത്തുമില്ല, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ഹല്ലേലൂയ. എനിക്ക് മുൻപൊരു ദൈവമില്ല, എനിക്ക് ശേഷം ഒരാൾ ഉണ്ടാകത്തില്ല, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനാണ് ദൈവം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പത്രോസ് ഇതാണ് ഏറ്റുപറയുന്നത്, കർത്താവേ അങ്ങ് ആരാണെന്ന് എനിക്ക് അറിയാം. യോഹന്നാൻ 14:9, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. 10:30, ഞാനും പിതാവും ഒന്നാണ്. നിങ്ങൾ സോക്രട്ടീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സോക്രട്ടീസ്, ദ ഗ്രേറ്റ് ഫിലോസഫർ, വലിയൊരു തത്വചിന്തകനാണ്. അദ്ദേഹം യേശുവിനെ 400 ഇയേഴ്സ് ബാക്ക് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ട്രൂത്ത് വിൽ കം ആസ് എ മാൻ and the world will kill him. Truth will come as a man and the world will kill him. സത്യം മനുഷ്യനായി വരും, ലോകം അദ്ദേഹത്തെ കൊന്നുകളയും. പ്ലേറ്റോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യൻ പ്ലേറ്റോ പറയുകയാണ്, wisdom will come as a man and the world will kill him. ജ്ഞാനം, വിസ്ഡം മനുഷ്യനായി കടന്നു വരും, ലോകം അദ്ദേഹത്തെ കൊന്നുകളയും. ഹല്ലേലൂയ. ഭാരതത്തിലെ ഹിമാലയത്തിന്റെ മുകളിലെ ഐസിൽ പോയിരുന്ന ഭാരതത്തിലെ പാവപ്പെട്ട മഹർഷിമാർ ദൈവത്തെ കാണാനായിട്ട് ആഗ്രഹിച്ചു. അവർ ഇപ്രകാരം നിലവിളിച്ചു പ്രാർത്ഥിച്ചു, അസതോമാ സദ്ഗമയ, അതായത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ട്രൂത്തിലേക്ക് നയിക്കണമേ. ജോൺ 14:6, യോഹന്നാൻ 14:6, ഞാനാണ് സത്യം. മഹർഷിമാർ നിലവിളിച്ചു, തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. മഹർഷിമാർ നിലവിളിച്ചു, മൃത്യോമാ അമൃതംഗമയ, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കണമേ. യേശു പറഞ്ഞു, യോഹന്നാൻ 11:25, ഞാനാണ് ജീവനും പുനരുത്ഥാനവും, ഐ ആം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ലോകം കാത്തിരുന്ന രക്ഷകനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭാഗ്യപ്പെട്ട ജനമാണ്. ലോകം മുഴുവനും സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു രക്ഷകന് വേണ്ടി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, അനേക നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ആ മാറ്റുലി ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന മധ്യത്തിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതവന്റെ ശരീരമാകുന്നു, ഇതവന്റെ രക്തമാകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി പാനം ചെയ്യുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:13, ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്.
ഇവിടെ തിരുവല്ലക്കാരെങ്കിലും ഉണ്ടോ? പത്തനംതിട്ട തിരുവല്ല ഭാഗത്ത് ഉണ്ടാവും, കൈതാത്തിയിട്ട്. ആ ഭാഗത്ത് നടക്കുന്ന ഒരു വലിയ ബൈബിൾ കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. മാരാമണിലെ ചില പാട്ടുകളൊക്കെ ഡൊമിനിക് വാളമനാലച്ചൻ പാടുന്നത് കേൾക്കാം. മാരാമൺ കൺവെൻഷനിലെ പാട്ടാണ് നമ്മൾ പാടുന്നത്. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം. ഈ പാട്ടൊക്കെ മാരാമൺ കൺവെൻഷനിലെ പാട്ടാണ്. ആ പത്തനംതിട്ട കോഴഞ്ചേരി ഭാഗത്ത് നടക്കുന്ന മാരാമൺ കൺവെൻഷൻ ഇപ്പോൾ 120 years കഴിഞ്ഞിരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഇത്രയും വർഷമായിട്ട് തുടരുന്ന മാരാമൺ കൺവെൻഷനിൽ ഒരിക്കൽ ഗസ്റ്റായിട്ട് പ്രീച്ച് ചെയ്യാൻ വന്നത് US നിന്നും ജെയിംസ് എർവിൻ എന്ന് പറയുന്ന ഒരു ബ്രദർ ജെയിംസ് എർവിൻ. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ചന്ദ്രനിൽ പോയ ആളാണ്. ഇപ്പൊ ചന്ദ്രനിൽ പോയ പ്രീച്ചറാണ്. അപ്പൊ അദ്ദേഹത്തെ മാരാമൺകാർ കൊണ്ടുവന്നു അമേരിക്കയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ പത്രക്കാര്, മനോരമ, മാതൃഭൂമി, കേരള കൗമുദി എല്ലാവരും കൂടെ ചുറ്റിലും കൂടി. അന്ന് ഈ TV ബഹളമൊന്നുമില്ല, പത്രമാണ്. അപ്പൊ അവര് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണം സാറേ, ഈ ചന്ദ്രനിൽ കൂടെ നടന്നതിനെ കുറിച്ച് സാറിന് 2 വാക്ക് പറയാമോ? ഞങ്ങൾക്കോ പറ്റുന്നില്ല സാർ, എങ്ങനെയാ സാർ ഈ ചന്ദ്രനിൽ കൂടെ നടന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ ഫാന്റാസ്റ്റിക്, ഓ അത് എന്തൊരു സംഭവമാണ്, അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല, ഭയങ്കര അനുഭവമാണ് നമ്മൾ ചന്ദ്രനിൽ കൂടി നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അല്പനേരം മിണ്ടാതിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പത്രക്കാർ ചോദിച്ചു, സാർ എന്തിനാ കരയുന്നത്? ജെയിംസ് എർവിൻ പറഞ്ഞു, പക്ഷെ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സകല ലോകത്തെയും ഒരു വാക്കിനാൽ സൃഷ്ടിച്ച വലിയവരിൽ വലിയവനായ ദൈവം ഒരു മനുഷ്യനായി കാലിത്തൊഴുത്തിൽ കിടന്നതും ഈ ഭൂമിയിലൂടെ തൻ്റെ കാലുകൾ വെച്ച് നടന്നതുമാണ് ഞാൻ ചന്ദ്രനിൽ നടന്നതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തുന്ന സത്യം. വലിയവനായ ദൈവം മാലാഖമാരുടെ ആരാധന വിട്ടെറിഞ്ഞ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഇവിടെ കൂടെ നടന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചന്ദ്രനിൽ നടന്നത് ഓക്കേ, പക്ഷെ കർത്താവ് നടന്നതിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഒരു പത്രോസും ഉണ്ടായിരിക്കണം. നിങ്ങൾ എനിക്ക് 10 മിനിറ്റ് സമയം കൂടെ തരണം. അവസാനത്തെ ആളെയും കൂടെ പറയാനുണ്ട്. യോഹന്നാൻ, ഒരു യോഹന്നാൻ നമ്മിൽ വേണം. ആരാണ് ഈ യോഹന്നാൻ? ആള് പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? യോഹന്നാന്റെ പ്രശ്നം, യോഹന്നാന് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ബന്ധം ദൈവത്തോട് ഉണ്ടായാൽ പോരാ. പുള്ളി ഒരു ഭ്രാന്തനെ പോലെ ദൈവത്തെ കൂടുതൽ കൊതിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ മനസ്സിൽ എപ്പോഴും ദൈവത്തിന് വേണ്ടി ഒരു വലിയൊരു കൊതിയുണ്ട്. അത് സാധാരണക്കാർക്ക് ഇല്ലാത്തൊരു കൊതിയാണ്. എന്താ കാര്യമെന്നറിയാമോ? വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് നിങ്ങൾ ചോസൊക്കെ കണ്ടു കാണും. എല്ലാവരും ഇങ്ങനെ ഓരോ കസേരകളിൽ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നാൽ മതി, ആക്ച്വലി കർത്താവ് ശരീരം എടുത്തു കൊടുക്കുകയാണ്. പക്ഷെ യോഹന്നാൻ അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വന്ന് സ്ഥലം മാറി കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിൻ്റെ നെഞ്ചത്തോട്ട് ചേർന്ന് കിടന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ പോരാ, എല്ലാവരും അടുക്കുന്നത് പോലെ എനിക്ക് ദൈവത്തോട് അടുത്താൽ പോരാ, എല്ലാവർക്കും ദൈവത്തോടുള്ള ബന്ധം എനിക്കുണ്ടായാൽ പോരാ, എനിക്ക് കുറച്ച് ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ് യോഹന്നാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന് കർത്താവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മറ്റാരും എഴുതാത്തൊരു കാര്യം എഴുതി വെച്ചു. ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. ജെനിസിസ് ടു റെവലേഷൻ ബൈബിൾ റൈറ്റേഴ്സിന് ആർക്കും ധൈര്യം കിട്ടിയില്ല. ദൈവത്തിന് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു, മല മാറിയാലും സ്നേഹിക്കുമെന്ന് പറഞ്ഞു. ബട്ട് ഗോഡ് ഈസ് ലവ് എന്ന് എഴുതാൻ ധൈര്യം കിട്ടിയത് ഒരാൾക്ക് മാത്രം. അത് നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാനാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനത്തെ യോഹന്നാന്മാരെ ബൈബിളിൽ വേറെയും കാണാം. മഗ്ദലന മറിയം കർത്താവിന്റെ കല്ലറയുടെ മുൻപിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ തുണി കണ്ട് പത്രോസും യോഹന്നാനും ഒക്കെ മടങ്ങിപ്പോയി, ഹല്ലേലൂയ പാടിക്കൊണ്ടുപോയി. പക്ഷെ അവൾക്ക് പാട്ട് വരുന്നില്ല, ഡാൻസ് വരുന്നില്ല. അവൾ പറയുന്നു, എനിക്ക് തുണി കണ്ടാൽ പോരാ, എനിക്ക് അവനെ കാണണം. എനിക്ക് തുണി കണ്ടാൽ പോരാ, അവനെ കാണണം. എനിക്ക് തിരുശേഷിപ്പ് മാത്രം കണ്ടാൽ പോരാ, എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം. തിരുശേഷിപ്പ് കാണുന്നത് നല്ല കാര്യം, കർത്താവിനെ പുതച്ചിരുന്ന തുണി കാണുന്നത് നല്ല കാര്യം, കല്ലറയിൽ അവന്റെ തുണി കാണുന്നത് നല്ല കാര്യം. പക്ഷെ എനിക്കത്രയും പോരാ, അതിൻ്റെ അപ്പുറം കാണണം. എനിക്കെൻ്റെ കർത്താവിനെ തന്നെ കാണണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എടി കൊച്ചെ വീട്ടിൽ പോ, ഇത് ഞങ്ങളെ കണ്ടോ, ഞങ്ങൾക്ക് നല്ല ഗ്ലാമറാ, കണ്ടോ, നീ ഇതിനു മുമ്പ് ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? എടി കൊച്ചെ, സ്വർഗത്തിലെ ഏഞ്ചൽസ് ആണ് ഞങ്ങൾ, കണ്ടുകൊള്ളുക, ഫുൾ ഓഫ് ഗ്ലോറി. അവള് പറഞ്ഞ ആർക്ക് കാണണം? എനിക്ക് നിങ്ങളെ കാണാനല്ല ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്,
സ്വർഗത്തിലെ ദൂതനും ഗ്ലോറിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് കാണേണ്ടവനെ കാണണം. പ്രൈസ് ദി ലോർഡ്. ഏഞ്ചൽസിനെ കണ്ടാലും പോരാ, ഒരു ശബ്ദം പുറകിൽ നിന്ന് കേട്ടു, മറിയം. തിരിഞ്ഞു നോക്കി, റബ്ബൂനി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കാണാൻ ഭാഗ്യം കിട്ടുകയാണ്. ആര് പറയും എനിക്ക് ഈ ദേശത്തുള്ള എല്ലാവരെക്കാളും ഒരു ബന്ധം എൻ്റെ കർത്താവിനോട് വേണം, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെക്കാളും ഒരു ബന്ധം കർത്താവിനോട് വേണം, എൻ്റെ ഇടവകയിലുള്ള എല്ലാവരെക്കാളും ഒരു ബന്ധം എനിക്ക് കർത്താവിനോട് വേണം, എനിക്ക് ഒരു യോഹന്നാനായി മാറണം. സങ്കീർത്തനം 27:4, ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമായതിനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാനാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ചില ആളുകൾ കുർബാന സ്വീകരിച്ചിട്ട് നടന്നു വരുന്ന കാണുമ്പോൾ എനിക്കറിയാം ഇത് മഗ്ദലാമറിയം നടന്നു വരികയാണ്, ഇത് യോഹന്നാൻ നടന്നു വരികയാണ്. എല്ലാവരും വരുന്നത് പോലെ അല്ല അവർ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വരവിലെ അടുപ്പം നമുക്ക് ഇടവക്കാർക്കെല്ലാം കാണാം. എന്നോട് പല അച്ഛന്മാരും ഇത് പറഞ്ഞിട്ടുണ്ട്, വളരെ അടുപ്പമുള്ള ഒരു ഡോക്ടറെ ചിലർ വന്ന് നാവ് നീട്ടുമ്പോൾ, കൈ നീട്ടുമ്പോൾ നമുക്ക് കാണാം, they are different, they are different, they are different, they are walking in another realm. അവർ മറ്റൊരു തലത്തിൽ ദൈവത്തോടൊപ്പം നടക്കുന്നവരാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ് ഒരു പത്രോസാകാൻ, ഒരു യാക്കോബാകാൻ, ഒരു യോഹന്നാനാകാൻ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളിൽ ഇവരെ 3 പേരെയും പകർന്നു തരികയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇവർ 3 പേര് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം മനോഹരമായ ഒരു ജീവിതമാണ്. ഞാൻ നിങ്ങളോട് വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് why did Jesus compel the disciples to go to the other side of the sea? എന്തുകൊണ്ടാണ് കർത്താവ് കടലിന്റെ മറുകരയിൽ പോകണമെന്ന് വാശി പിടിച്ചത്? അത് മാർക്ക് ചാപ്റ്റർ 4 അവസാനിച്ചിട്ട് മാർക്ക് 5 തുടങ്ങുമ്പോൾ കാണാം. കർത്താവ് അവിടെ ചെല്ലുമ്പോൾ പിശാചു ബാധിച്ച ലെഗിയോൻ മീൻസ് 6000 ഈവിൾ സ്പിരിറ്റ് കയറിയ ഒരാള് അവിടെ ഒരു സൈക്കാട്രിക് പേഷ്യന്റിനെ പോലെ തുണിയെല്ലാം പറിച്ചു കളഞ്ഞ് അയാൾ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ചെന്ന് അയാളെ സുഖപ്പെടുത്തി. ഇങ്ങോട്ട് നോക്ക്. കടലിന്റെ മറുകരയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം കടലിന്റെ മറുകരയിൽ അപ്പുറത്തെ സ്ഥലത്ത് നിൽക്കുമ്പോൾ കർത്താവിന്റെ കാതുകളിൽ ഒരു നിലവിളി വന്ന് കേൾക്കുകയാണ്. അയ്യോ, ആരെന്നെ രക്ഷിക്കും? ഈ പിശാചുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? 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 എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? കടലിന്റെ മറുകരയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ കാതുകളിൽ അവന്റെ കരച്ചിൽ വന്ന് വീഴുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാനുണ്ട്. 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. The Son of God appeared to destroy the works of the devil. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കർത്താവ് പറഞ്ഞു, ഞാനുണ്ട്. അതുകൊണ്ട് അന്ന് രാത്രിയിൽ അത്രയും ടയർഡായിരുന്നിട്ടും, കർത്താവ് കൊടുങ്കാറ്റുണ്ടായിട്ടും കർത്താവ് ശിഷ്യന്മാരെയും കൂട്ടി അവിടെ ചെന്ന് അവന്റെ കരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടുള്ള നിങ്ങളുടെ നിലവിളി കർത്താവിന്റെ കാതുകളിലെത്തി. ഹല്ലേലൂയ. ഞാൻ ഒരു സ്ഥലത്ത് ഇത് പ്രസംഗിച്ചപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചു, ഡോക്ടറങ്ങളെ, കൊച്ചു ചെറുപ്പക്കാരിയ, ഡോക്ടറങ്ങളെ, ഇന്നും കർത്താവ് ഇതുപോലെ നിലവിളി കേട്ട് കടലിന്റെ അപ്പുറം വരുമോ? ഇന്നും നമ്മൾ കടലിന്റെ അപ്പുറം നിന്ന് കരഞ്ഞാൽ ഇതുപോലെ വന്ന് കർത്താവ്? ഞാൻ പറഞ്ഞു, ചെയ്യും. ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അമേരിക്കയിലുള്ള പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകനാണ് ജോയൽ ഓസ്റ്റീൻ. നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. 30,000-ഓളം പേര് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് വരുന്നു. ലോകം മുഴുവൻ 10 ലക്ഷത്തോളം ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ടോക്ക് കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് ജോൺ ഓസ്റ്റീൻ എന്നായിരുന്നു. അദ്ദേഹവും ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഡോഡി ഓസ്റ്റീൻ എന്നാണ്. 40 വയസ്സുള്ളപ്പോൾ അവർക്ക് ക്യാൻസർ പിടികിട്ടു. കണ്ടുപിടിക്കാൻ താമസിച്ചു പോയി. അകത്ത് പടർന്നത് അറിഞ്ഞില്ല. അമേരിക്കയിലെ പ്രശസ്തമായ മേയോ ക്ലിനിക്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, 4th സ്റ്റേജ് ആണ്, യാതൊന്നും ചെയ്യാൻ. അന്നത്തെ കാലവുമാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ, ഒരു 6 മാസത്തിൻ്റെ അപ്പുറം നിങ്ങൾ പോകത്തില്ല. അമേരിക്കയിൽ നേരിട്ട് കാര്യം പറയുകയാണ്. ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, നമ്മുടെ നാട്ടിൽ പറയല. നമ്മുടെ നാട്ടിൽ വരുന്നവരുടെ രോഗിയുടെ അടുത്തോട്ട് ആരും ഒന്നും പറയത്തില്ല, എല്ലാവരും ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കും. പക്ഷെ US ഉള്ള കാര്യം നേരെ രോഗിയുടെ നേരെ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അവരോട് പറഞ്ഞു കൊടുത്തു 6 മാസം. അവരൊന്നും മിണ്ടിയില്ല. ഭർത്താവ് സുവിശേഷകൻ വെളറി വെളുത്തു.
അവരൊന്നും മിണ്ടിയില്ല. അവർ നേരെ അവരുടെ ബെഡ്റൂമിലേക്ക് കടന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ ചെയ്തത് കണ്ടാൽ ഭ്രാന്താണെന്ന് തോന്നുന്നൊരു കാര്യമാണ്. അവരവരുടെ വെഡ്ഡിങ് ആൽബം പുറത്തെടുത്തു. അവരുടെ വെഡ്ഡിങ് ആൽബത്തിൻ്റെ അകത്തെ കല്യാണ ഫോട്ടോയിൽ നിന്നും ആ ഫോട്ടോയിൽ നിന്നും അവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഒരുങ്ങി നിൽക്കുന്ന യങ് ആയിരുന്നപ്പോൾ അവരുടെ ഫോട്ടോസ് എല്ലാം അവർ വെട്ടിയെടുത്ത് മുറി മുഴുവൻ അവർ ഒട്ടിച്ചു. ഫോട്ടോകളുടെ ഇടയ്ക്ക് അവർ ഒരു വചനം എഴുതി വെച്ചു. പുറപ്പാട് 15:26, എക്സഡസ് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഐ ആം ദ ലോർഡ് ഹു ഹീലത്ത് thee. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വേറെ ഫോട്ടോയുടെ താഴെ എഴുതി വെച്ചു 1 Peter 2:22, by his stripes you were healed. വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചു ഐസയ്യ 53:5, ഹീലിംഗിന്റെ വചനങ്ങൾ ഫോട്ടോകളുടെ ഇടയ്ക്ക് എഴുതി വെച്ചു. മുറി 4 ഭിത്തികളിലും അവരുടെ ചെറുപ്പത്തിലെ ഫോട്ടോ. ഭർത്താവ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഭർത്താവ് വിചാരിച്ചു രോഗം തലയ്ക്കടിച്ചിട്ട് കണക്ഷൻ വിട്ടുപോയതാണ്, എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവൾ അവിടെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ സൗഖ്യം മാത്രമല്ല ചോദിക്കുന്നത്, എനിക്ക് സൗഖ്യം തരുമ്പോൾ ഈ 40 വയസ്സുള്ള എന്നെ എൻ്റെ വിവാഹ ഫോട്ടോയിൽ ഇതുപോലെ 23 വയസ്സുള്ള യുവതിയാക്കി തരണമേ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭർത്താവിന് അത്ഭുതം തോന്നിയ ഒരു പ്രാർത്ഥന. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവം ആ പ്രാർത്ഥന കേട്ടു. കർത്താവ് നിലവിളി കേട്ടു. അക്കരയ്ക്ക് അന്ന് രാത്രിയിൽ ശിഷ്യന്മാരുമായി പോയ കർത്താവ് ഡോഡി ഓസ്റ്റിന്റെ നിലവിളി കേട്ടു. ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് ഇറങ്ങി വന്നു. ഡോഡി ഓസ്റ്റിന് പരിപൂർണ സൗഖ്യം കൊടുത്തു. ഡോഡി ഓസ്റ്റിൻ സുവിശേഷ പ്രസംഗം ആരംഭിച്ചു. ഞാൻ 1 മാസം മുമ്പ് നോക്കുമ്പോൾ യൂട്യൂബിൽ അവർ പ്രസംഗിക്കുന്നു. 91 വയസ്സ്, 91 ഇയർ ഓൾഡ് ഡോഡി ഓസ്റ്റിൻ, 91 ഇയർ ഓൾഡ് ഡോഡി ഓസ്റ്റിൻ ആരോഗ്യത്തോടെ സുവിശേഷം പ്രസംഗിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അവർ കർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അറ്റ് ദ ഏജ് ഓഫ് 91. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ. 40 വയസ്സിൽ ക്യാൻസർ. ഡോക്ടർമാർ പറയുന്നു 6 വർഷം ചെയ്തത് നിങ്ങൾ കേട്ടു. ഫോട്ടോ ഒട്ടിച്ചതിൻ്റെ ഇടയിൽ മുഴുവൻ ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ച്. നിങ്ങൾക്കറിയാമോ സംഭവിച്ചത്? ഹീലിംഗ് കിട്ടിയപ്പോൾ അവർ ചോദിച്ചത് ദൈവം അവർക്ക് കൊടുത്തു. അവരുടെ സൗന്ദര്യം ഇരട്ടിയായി. അവർ 40 വയസ്സ് പോലെ അല്ല പിന്നീട് തോന്നിച്ചത്. അവർ പ്രാർത്ഥിച്ചതുപോലെ ഒരു യുവതിയെ പോലെയുള്ള ഒരു ആരോഗ്യം അവർക്ക് കിട്ടുക. 91 വയസ്സ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുമാത്രം ഡിവൈൻ ഹെൽത്ത് അവരുടെ മേൽ ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ള കാര്യം, അല്ലേ? ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. നമുക്കിതുപോലെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു ഭ്രാന്ത് നിറഞ്ഞ ഒരു സ്നേഹവും വിശ്വാസവും. ദൈവവചനം ഭിത്തികൾ മുഴുവൻ എഴുതി വെച്ച് ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരുടെ വാക്കിനെടുത്ത് ദൂരെ കളയുന്നു. ദൈവത്തെ നോക്കുന്നു. ഞാൻ നിന്റെ നിലവിളി കേട്ടുകൊണ്ട് അക്കരയ്ക്ക് വരും. സ്വർഗം വിട്ടവൻ ദൂതന്മാരുടെ കൂടെ ഇറങ്ങി വരും. കണ്ണുകളടയ്ക്കാം. ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഭാരപ്പെടുത്തിയ വേദനകളും നൊമ്പരങ്ങളും. രോഗികൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ക്യാൻസർ രോഗികൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരിപ്പുണ്ട്.